എല്ലാവർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2008 തോന്നുന്നു പ്രിയ ഷാജി പാസ്റ്ററുമായി ആദ്യം ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. ഡാളസിൽ പാസ്റ്റർ ബെഥേൽ പി ജേക്കബ് അവറുകൾ ക്രമീകരിച്ച ആ വലിയ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായി ഞാൻ കടന്നു ചെന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന് എനിക്ക് കൈ തന്നു. പിന്നെ കാണാം പാസ്റ്റർ എന്ന് പറഞ്ഞ് അന്ന് അവിടുന്ന് പോയി. എന്നാൽ ആ സ്ഥാനത്തുനിന്ന്, ആ ഡാളസിൽ നിന്ന് ഞാൻ 4-5 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആയിരുന്ന സ്ഥാനത്ത് എന്നെ വന്ന് കണ്ട് ആ നിലയിൽ എൻ്റെ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിച്ച കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ഷാജി കെ ഡാനിയൽ. അനേക ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് ആ ഒരു കുടുംബം ഒരു വലിയ സപ്പോർട്ടായി മാറുന്നു എന്ന് പറയുമ്പോൾ അതൊട്ടും അതിശയോക്തിയല്ല. 3 മാസത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എനിക്ക് കടന്നു ചെല്ലുവാൻ കർത്താവ് ഒരു വലിയ അവസരം നൽകി. ശേവാരാജ്ഞി ശലോമിനെ കുറിച്ച് കേട്ടതേ ഉള്ളൂ. എന്നാൽ വന്ന് കണ്ടപ്പോഴല്ലേ ശേവരാജ്ഞിയുടെ മനോഭാവമൊക്കെ മാറി. അവളിങ്ങനെ പറയാനിടയായി, ഞാൻ നിന്നെക്കുറിച്ച് കേട്ട കേൾവിയേക്കാൾ നീ എത്രയോ ശ്രേഷ്ഠനാകുന്നു. സഹോദരൻ, വലിയൊരു സ്ഥാപനം, അത് അനേകർക്ക് ആശ്വാസമായി ഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ അതേ ചുമതല എന്ന് പറഞ്ഞാൽ താൻ തുടങ്ങിയ സ്ഥാപനം, തൻ്റെ സഹധർമ്മിണിയുമായി ചേർന്ന് തുടങ്ങിയ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ വെള്ളക്കാര് സ്റ്റാഫായി പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, ദൈവം തന്നെ ഉയർത്തിയ ആ നിലവാരം എത്ര വലുതാ. ദൈവത്തിന് സ്തോത്രം. ഉന്നതമായ ആ ഒരു സ്ഥാപനത്തിൽ ഒന്ന് സന്ദർശിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി ചെയ്തു വരുന്നു. എന്നാൽ ഇത്രയും ഉന്നതമായ സ്ഥാനമൊക്കെ കർത്താവിൻ്റെ ഉള്ളപ്പോൾ തന്നെ എത്ര എളിമയോടെയാണ്, താഴ്മയോടെയാണ് ദൈവമക്കളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആ കുടുംബം പ്രയോജനപ്പെടുന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വർഷവും ഇങ്ങനെ ഒരു കൺവെൻഷൻ ഇവിടെ നടത്തുവാനും ഗ്രാജുവേഷൻ സർവീസ് നടത്തുവാനും ഒക്കെ ദൈവം കൃപ നൽകിയല്ലോ. അതിൽ ഞങ്ങൾക്കും കുടുംബമായി ഇങ്ങനെ ഒരവസരം ലഭിച്ചതിൽ കർത്താവിനെ അധികമായി മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എവിടെ ദൈവത്തിൻ്റെ വചനവുമായി എഴുന്നേറ്റാലും അവിടെ കൂടി വരുന്ന ദൈവമക്കളോടായി ഞാൻ അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ്റെ ശുശ്രൂഷയിൽ ഒരാത്മവ്യാപാരം നടക്കണം. അതിന് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. പ്രാർത്ഥന മാത്രം പോരാ, ഒരുമിച്ച് ഒരാരാധന അത് വെളിപ്പെട്ട് വരണം. സ്തോത്രം. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യം, നമുക്ക് ഈ ഭൂമിയിൽ ഒരായുസേ ഉള്ളൂ. ഈ ശരീരത്തിൽ നമുക്കൊരായുസേ ഉള്ളൂ. 1.5 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണേൽ കുറേ കാലം കൂടെ ഒക്കെ അടിച്ചു പൊളിച്ചൊക്കെ എങ്ങനെയും ജീവിക്കാം. ഒരായുസേ ഉള്ളൂ. ഈ ഒരായുസിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ലഭിച്ചത് ഒരു വലിയ പദവി എന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ കര ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. അതുപോലെ തന്നെ കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേൽക്കുവാൻ ഇടയായത് അത് ഒരു വലിയ പദവി തന്നെയായിരുന്നു. എന്നാൽ ഈ 2 അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമല്ലേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത് അന്യഭാഷയിൽ കർത്താവിനെ ആരാധിപ്പാൻ. ആ ഭാഗ്യം എല്ലാവർക്കുമില്ല. ആ ഭാഗ്യം നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന. സ്തോത്രം. രക്ഷയുടെ കാര്യം പറഞ്ഞാൽ പലരും അവകാശവാദം മുഴക്കും, സ്നാനത്തിൻ്റെ പറയുമ്പോഴും പലരും അവകാശവാദം മുഴക്കും. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അത് അന്യഭാഷയിൽ കർത്താവിനെ ആരാധിപ്പാൻ അത് ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക.
ഒരു നിമിഷം നാം ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം. പരിസരം ഒന്ന് മറന്നുകൊണ്ട് അല്പനിമിഷം നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രി ശക്തമായ ഒരു ആത്മാവിൻ്റെ പകർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കവിഞ്ഞൊരനുഭവം ഈ രാത്രി ഉണ്ടാകണം. ദൈവവചന പ്രഘോഷണം നടക്കുന്നു എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആമേൻ കവിഞ്ഞൊഴുകുന്ന ഒരനുഭവം ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഇന്ന് രാത്രി ഉണ്ടാകണം. അത് ഈ ദേശത്തേക്ക് വ്യാപിച്ചിറങ്ങണം. അനേക കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് അത് അനുഗ്രഹമായി തീരണം. എല്ലാ ദൈവമക്കൾ ഒരു നിമിഷം കരങ്ങളെ അടിച്ചുകൊണ്ട് പരിസരം ഒന്ന് മറന്നുകൊണ്ട് എത്രയും ശക്തമായി കർത്താവിനെ ആരാധിക്കാമോ അത്രയും ശക്തമായി നാവിനെ വിട്ടുകൊടുത്തുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയോടെ ഹല്ലേലൂയ എല്ലാവരും ആരാധിച്ചാട്ട് ഈ ആരാധന ഇന്ന് രാത്രി കെട്ടുകൾ പൊട്ടി മാറുവാൻ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ, പൈശാചിക കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടി മാറുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ശക്തമായ ഓ ഹല്ലേലൂയ കർത്താവേ, നിന്റെ കൃപ ഇന്ന് രാത്രി ഞങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ നിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഇറക്കുമാറാകണമേ. അളവറ്റ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. ആളു മാറിയൊരു അനുഭവം ഈ രാത്രി ഞങ്ങൾക്ക് തരുമാറാകണം യേശുവേ. കർത്താവെ, ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ ദാസനായ മോശയ്ക്ക് തൃക്കരം കൊടുത്ത് സീനായുടെ കൊടുമുടിയിൽ കൊണ്ടുവന്ന് നിർത്തി. ആമേൻ. ആ തങ്ക തേജസ്സിൽ ഇറക്കി നിർത്തി തങ്ക ലിപികളാൽ എഴുതപ്പെട്ട തങ്ക വചനം തന്നെ ദാസന് കൈമാറി ആ സീനായുടെ കൊടുമുടിയിൽ നിന്ന് അതിന്റെ അടിവാരത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്റെ ത്വക്ക് മുഴുവൻ പ്രകാശപൂരിതമായി എന്ന് ഞങ്ങൾ വായിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ പുറം മാത്രമല്ല അകവും പുറം ഒരുപോലെ വ്യത്യാസം വന്നവരാ ചൈതന്യം പ്രാപിച്ചവരായി മടങ്ങിപ്പോകുവാൻ പരിശുദ്ധ പിതാവ് ഇടയാക്കണമേ. കാണേണ്ടവനെ കാണേണ്ടതുപോലൊന്ന് കാണുവാൻ, അങ്ങയുടെ കരസ്പർശനം ഇന്ന് രാത്രിയോ നിൽക്കുവാൻ എന്റെ ദൈവം ഇടയാക്കുമാറാകണമേ. മാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പാരമ്പര്യത്തിന് സമമായി ഉയർന്നു നിൽക്കുന്ന ആമേൻ യെരിഹോ കോട്ടകൾ ഇന്ന് രാത്രി കർത്താവ് യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു മാറട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ ദാസനായ ഏലിയാവിനെ കരം കൊടുത്ത് കർമ്മേലിന്റെ കൊടുമുടിയിൽ കൊണ്ടുപോയി നിർത്തി തന്റെ ദാസന്റെ പ്രാർത്ഥനയുടെ മുൻപാകെ ഇറക്കി കൊടുത്ത സ്വർഗീയ അഗ്നിയുടെ വലിയ വ്യാപാരം ഈ രാത്രി ഞങ്ങളുടെ മധ്യ ഇറക്കുമാറാകണമേ. കർത്താവെ, സത്യ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് ഈ ദേശം തിരിച്ചറിയുവാൻ, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന ഒന്നേ ഉള്ളൂ എന്ന് ഈ ദേശം തിരിച്ചറിയുവാൻ ഇന്ന് രാത്രി കർത്താവ് ഇടയാക്കുമാറാകണമേ. അപ്പാ, ഇന്ന് രാത്രി അഴിഞ്ഞു മാറേണ്ടതെല്ലാം അഴിഞ്ഞു മാറുവാൻ, പൊട്ടി മാറേണ്ടതെല്ലാം പൊട്ടി മാറുവാൻ, വിട്ടു മാറേണ്ടതെല്ലാം വിട്ടു മാറുവാൻ, ഉരുണ്ടു മാറേണ്ടതെല്ലാം ഉരുണ്ടു മാറുവാൻ, ആമേൻ, വെളിപ്പെട്ടു വരേണ്ടതെല്ലാം വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധ പിതാവ് ഇടയാക്കണം യേശുവേ. ഇന്ന് രാത്രി നിന്റെ തൃക്കര ഞങ്ങളുടെ മീതെ ചലിച്ചു നിൽക്കുന്നതിനായി സ്തോത്രം. ആളു മാറിയൊരു അനുഭവം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കാൻ സ്തോത്രം. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളികൾ പോലെ ഈ രാത്രി കർത്താവ് ചില ജീവിതങ്ങൾ പുറത്തു വരുന്നതിനായി സ്തോത്രം. നിരാശയിട്ട് തളർത്തുന്ന ഇരുളിന്റെ ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നതിനായി സ്തോത്രം. നാളുകളായി ശരത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്ന ആമേ രോഗത്തിന്റെ കംപ്ലൈന്റ് ഇന്ന് രാത്രി ആരാധനയിൽ അഴിഞ്ഞു മാറുന്നതിനായി സ്തോത്രം. അപ്പോ ഹല്ലേലൂയ. തിരുനാമത്തെ എല്ലാ നിലയിലും അവിടുന്ന് മഹത്വപ്പെടുത്തും. അങ്ങയുടെ പുത്രനെ ഇന്ന് രാത്രി മഹത്വപ്പെടുത്തും യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി ദൈവമക്കളുമായി പങ്കുവെക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. നമ്മുടെ പ്രത്യാശയെ തട്ടി ഉണർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഈ രാത്രി നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. വിശുദ്ധ വേദപുസ്തകം, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം, ആ പുസ്തകത്തിലെ ഒടുവിലത്തെ അധ്യായമായ 22-ാം അധ്യായം, വെളിപ്പാട് 22-ന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. Book of Revelation chapter 22 verses 10 through 12. Book of Revelation chapter 22 verses 10 through 12. Somebody would please. എന്നോട് പറഞ്ഞത്, yes, സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ആമേൻ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. ആമേൻ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. യെസ്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. ആമേൻ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. യെസ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന്
ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. This night I am going to speak on the subject, the return of Christ in the light of current events. ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം പ്രിയം വച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിപ്പാൻ കർത്താവിൻ്റെ വലിയ കൃപയിൽ ശരണപ്പെടുന്നത്. കെട്ടിലും മട്ടിലും അതിൻ്റെ ചിട്ടയിലും വിശുദ്ധ വേദപുസ്തകം പോലെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര ദൈവമക്കൾ കരം ഉയർത്തി അതിന് ആമേൻ പറയും. 66 പുസ്തകങ്ങളടങ്ങിയ ഒരു പുസ്തക സഞ്ചയമാണല്ലോ വിശുദ്ധ വേദപുസ്തകം. 66 എന്ന സംഖ്യയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഇത് ദൈവത്തിൻ്റെ വചനമായി നിലകൊള്ളുന്നത്. 66 എന്നുള്ള സംഖ്യ ഒന്ന് ചുരുങ്ങിയത് ഒരു 6 മാറിയിരുന്നുവെങ്കിൽ, ഈ പുസ്തകത്തിൻ്റെ ക്രമീകരണം 6 പുസ്തകമായി ഒന്ന് കുറഞ്ഞിരുന്നുവെങ്കിൽ 6 മാനുഷിക സംഖ്യ കുറിക്കുന്നതാകിയാൽ ഇതൊരിക്കലും ദൈവത്തിൻ്റെ വചനമാകുകയില്ല. പ്രത്യുത മാനുഷിക വചനമായി തരം താണു പോകുമായിരുന്നു. 66 ചേർത്ത് ഒരു 6 കൂടെ പിടിപ്പിച്ച് 666 എന്ന നിലയിൽ ഈ പുസ്തകത്തിൻ്റെ ക്രമീകരണം നടന്നിരുന്നുവെങ്കിൽ ഈ പുസ്തകം ഒരിക്കലും ദൈവത്തിൻ്റെ വചനമായി നിലകൊള്ളുകയില്ല. പ്രത്യുത ഇത് പൈശാചിക വചനമായി ഇത് തരം താണുപോകുമായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കെട്ടിലും മട്ടിലും അതിൻ്റെ ചിട്ടയിലും വിശുദ്ധ വേദപുസ്തകം പോലെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതും നാം ഒക്കെ നമ്മുടെ മാറോട് ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുന്നതും ഇതിലെ തിരുവചനങ്ങൾ അതുപോലെ അനുസരിക്കുന്ന അഭിമാനം കൊള്ളുന്നതോർത്ത് ഞാൻ കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. സ്തോത്രം. ഈ പുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 66 ബോഗികളുള്ളതായ ഒരു ട്രെയിനുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 66ാമത്തെ ബോഗിയാണ് അതേ വിശുദ്ധ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തെ പഠന സൗകര്യാർത്ഥം 3ആയി തിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. 1:19 അടിസ്ഥാനത്തിൽ നീ കണ്ടതും ഇപ്പോഴുള്ളതും മേലാൽ സംഭവിപ്പാനിരിക്കുന്നതും. നീ കണ്ടത് അതെന്താണ്? പത്മോസ് ദ്വീപിൽ ഏകാന്തതയിൽ യോഹന്നാൻ അപ്പോസ്തലനായിരിക്കുമ്പോൾ ന്യായാധിപനായി വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സേറിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശരീരവർണ്ണന, അതാണ് 1-ാം അധ്യായത്തിലെ വിഷയം. ആ ന്യായാധിപനെ കാണുന്ന രംഗമാണ് 1-ാം അധ്യായത്തിൽ. 2-3 അധ്യായങ്ങളിലെ വിഷയം ഇപ്പോൾ ഇവിടെയുള്ളത് എന്താ? കർത്താവിൻ്റെ തിരുസഭ അത് ഇന്ന് നമ്മുടെ ഇടയിൽ ഇവിടെയുണ്ട്, ഇപ്പോഴുണ്ട്. അതാണ് ഇപ്പോഴുള്ള സംഭവം. 4 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 4-ന്റെ 1-ാമത്തെ വാക്യം, അനന്തരം ഞാൻ കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം കേട്ടത്, അതും സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് ആ ശബ്ദം മുഴക്കി കേൾപ്പിച്ചുകൊണ്ട് ഇപ്രകാരം നാം വായിക്കുന്നു. എന്ത്? ഇവിടേക്ക് കയറി വരിക. ദൈവത്തിന് സ്തോത്രം. താമസമിന ദൈവമക്കൾ പ്രത്യാശ വെച്ചിരിക്കുന്നതും അവിടെ കാതിൽ കേൾക്കുവാൻ കുളിർമ കൊള്ളുന്നതുമായ ഒരു ശബ്ദമാണ്. എന്ത്? ഇവിടേക്ക് കയറി വരിക. സ്തോത്രം. നാം പ്രിയം വെച്ചിരിക്കുന്ന കർത്താവ് അവൻ തേജസ്സേറിയ അനുഭവത്തിൽ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ അകമ്പടി സേവിക്കുന്ന ദൂതന്മാർ ത്രിവിധ കാഹള ശബ്ദം മുഴക്കുമ്പോൾ അത് കാതിൽ കേട്ട് കഴിഞ്ഞാൽ കുളിർമ മാത്രമല്ല, രോമാഞ്ചം മാത്രമല്ല, നമ്മുടെ അവസ്ഥയ്ക്ക് കൂടെ വ്യത്യാസമെന്ന് രൂപാന്തരം പ്രാപിച്ചവരായി നാം കേൾക്കുവാൻ പോകുന്ന ശബ്ദം ഇതാണ്, കം ഹിതർടു, ഇവിടേക്ക് കയറി വരിക. സ്തോത്രം. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആ പ്രത്യാശയുണ്ട്? എൻ്റെ കാതിൽ ആ ശബ്ദം ഒന്ന് മുഴങ്ങി കേൾക്കണം. കർത്താവ് മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ ഇവിടേക്ക് കയറി വരിക എന്നുള്ള ശബ്ദം എൻ്റെ കാതിലൊന്നും മുഴങ്ങി കേൾക്കണമെന്ന് ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അനസ്യൂതമായ സംഭവങ്ങളുടെ കലവറ ഇതാ തുറന്നു വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വിവരമാണ്. 4-5 അധ്യായങ്ങളുടെ വിഷയം സ്വർഗത്തിലെ മനോഹരമായ കാഴ്ചയും സഭ കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുന്ന അനുഭവം. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ഈ ഭൂമിയിൽ 7 വർഷത്തെ മഹാപീഡന കാലവും ഒടുവിൽ ബാബിലോണിന് സംഭവിക്കുന്ന വലിയ നിവേദനവും. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം, 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഹസ്രാബ്ദ വാഴ്ച, അതിനുശേഷം ഗോഗുമാഗോഗ് യുദ്ധം. ആമേൻ. വിശുദ്ധന്മാര് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് സകല ദുഷ്ടന്മാരെയും വെള്ളസിംഹാസനത്തിൽ വെച്ച് ന്യായം വിധിക്കുന്ന ഈ അനുഭവം അതങ്ങനെ പോകുന്നു. 21-ാമത്തെ അധ്യായത്തിലെ വിഷയം പുതുവാന, പുതുഭൂമി, പുതിയ യെരൂശലേം ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇനിയും ദൈവവും മനുഷ്യനും ഒരുമിച്ച് ഒരേ ഇടത്ത് ഒരു കൂടാരത്തിലായിരിക്കുന്ന ഈ അനുഭവം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇനി കഷ്ടതയില്ല, കണ്ണുനീരില്ല, രോദനമില്ല, വേദനയില്ല, യാതൊന്നുമില്ലാത്ത ആമേൻ ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി. അതിലേക്ക് ഇറങ്ങി വരുന്ന, അണിഞ്ഞു കുണുങ്ങി ആടിപ്പാടി ഇറങ്ങി വരുന്ന, മണവാട്ടിയെ പോലെ അലങ്കരിച്ച് അത് ഇറങ്ങി വരുന്ന ആമേൻ പുതിയ യെരൂശലേം എന്ന സ്തോത്രം. ആ മനോഹരമായ ദൃശ്യം എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. 21 മുതൽ നിത്യതയുടെ കവാടം തുറന്നു വെച്ചുകൊണ്ട് ആ നിലയിലാണ് ആ ദർശനം പോകുന്നത്. 22-ാം അധ്യായത്തിൽ വരുമ്പോൾ 10 മുതലുള്ള വാക്യങ്ങൾ ഉപസംഹാര വചനമായി നിൽക്കുന്നു. ആ ഉപസംഹാര വചനത്തിൽ 2 വഴികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു: അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. സ്തോത്രം. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. Yes, behold, I am coming quickly, and I am going to give reward according to every deed done by my saints. എൻ്റെ വിശുദ്ധന്മാര് എനിക്ക് വേണ്ടി ചെയ്ത ഓരോ പ്രവൃത്തിക്കും അതിനനുസരിച്ചുള്ള പ്രതിഫലം. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ഓടിയതും അധ്വാനിച്ചതും ആത്മാക്കളെ നേടിയതും സുവിശേഷം അറിയിച്ചതും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവിട്ടതും ഇന്ന് രാത്രി വളരെ ദൂരം യാത്ര ചെയ്ത് ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്നതും ഈ സുവിശേഷ വചനം കേൾക്കുന്നതും അതനുസരിക്കുന്നത് എല്ലാം ഓർത്തോണം, ഇതിനൊരു പ്രതിഫലമുണ്ട്. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു ഇതിനൊരു മടങ്ങി വരുന്നു? ഇവിടെ നാം വായിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മെ ഇന്നും വല്ലാതെ കുഴച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. എന്ത്? ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ് നമ്മിൽ നിന്ന് അതേ കടന്നുപോയ കർത്താവ് ഏതാണ്ട് 2000-ൽ പരം വർഷമായിട്ടും എവിടെ പോയി ആള്? ഈ വേഗം വരുമെന്ന് പറഞ്ഞു പോയവൻ എവിടെ പോയി? ഇത് നമ്മെ മാത്രം കുഴച്ചിരിക്കുന്ന ഒരു വിഷയമല്ല. ആദ്യ കാലം സഭ തുടങ്ങിയ നാൾ മുതൽ ദൈവസഭയെ വല്ലാതെ ആമെ കുഴച്ചിയ ഒരു വിഷയമാണ്. ആമേൻ. സ്തോത്രം. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ഇന്നും ഇന്നലെയുമല്ല. ആമേൻ. കർത്താവിൻ്റെ തിരുസഭ ഭൂമിയിൽ ഉടലെടുത്ത നാൾ മുതൽ ഈ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ് കടന്നുപോയ കർത്താവ് എവിടെ പോയി? സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ കർത്താവിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പോയവൻ നമ്മെ കളിപ്പിച്ചു പോയെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെയല്ല. വേഗം എന്നുള്ള ആ പദത്തിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ആ കുഴപ്പം അങ്ങ് മാറും. സ്തോത്രം. വേഗം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ടാക്കു എന്ന പദമാണ്. ടാക്കു എന്ന പദത്തിന് അതെ സമയത്തിൻ്റെ ഹ്രസ്വതയല്ല, മറിച്ച് പ്രവൃത്തിയുടെ വേഗതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. സമയത്തിൻ്റെ ഹ്രസ്വതയല്ല, പ്രവൃത്തിയുടെ വേഗത. എന്താ സമയത്തിൻ്റെ ഹ്രസ്വത എന്ന് പറഞ്ഞാൽ? അടുത്ത നിമിഷം, ഉടൻ വരും എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പ്രവൃത്തിയുടെ വേഗത. പ്രവൃത്തിയുടെ വേഗത എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു ഉദാഹരണത്തിൽ കൂടെ ഞാനത് ഒന്ന് തെളിയിച്ചു കൊള്ളട്ടെ. ഇന്ന് രാവിലെ ആമേൻ കിട്ടിയ മനോരമപത്രം എടുത്തു വെച്ചുകൊണ്ട് വീട്ടിലെ കുഞ്ഞവറാച്ചൻ ആ വീടിൻ്റെ വരാന്തയിൽ ആ ചാരി കസേരയിലോട്ട് ഇങ്ങനെ ചാരി കിടന്ന് ആ പത്രം ആദ്യോടെന്താ ഇങ്ങനെ വായിച്ചു വന്ന കൂട്ടത്തിൽ ഇച്ചിരി PhD കംപ്ലൈൻ്റ് ഉള്ള ഒരു അച്ചായനാണെന്ന് നമ്മൾ മനസ്സിലങ്ങ് ഊഹിക്കുക.
അച്ചായന് പെട്ടെന്ന് ഒരു ക്ഷീണവും ഒരു തളർച്ചയൊക്കെ വന്നിട്ട് ആ ചാരുകസേര ഇങ്ങനെ കിടന്നുകൊണ്ട് വിളിച്ചു പറയാം, കുഞ്ഞന്നാമോ ഒരിച്ചിരി വെള്ളം ഒന്ന് കൊണ്ടുവന്നേ, എനിക്ക് ഏതോ ഒരു പ്രയാസം പോലെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ. അപ്പം കുഞ്ഞന്നാമ്മ അടുക്കളയിൽ എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നുകിൽ അതേ തിളച്ച് വരുന്ന അരി ഒന്ന് വാർത്ത് വെക്കുന്ന ആ ധൃതിയായിരിക്കും, അല്ലെങ്കിൽ ആ ബീൻസ് നരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പണിയൊന്ന് തീർക്കുന്ന ആ ഒരു ധൃതിയിലായിരിക്കും, അല്ലെങ്കിൽ മീൻ വെട്ടി തേച്ച് കഴുകുകയായിരിക്കും. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. കുഞ്ഞന്നാമ്മ മറുപടി കൊടുക്കുന്ന ഇങ്ങനെ, അച്ഛാ ഉടൻ വരുന്നു, ഇപ്പൊ വരുന്നു, ഉടൻ കൊണ്ടുവരാം. ഇതാ കുഞ്ഞന്നാമ്മ മറുപടി പറയുന്നത്. എന്നാ പറയട്ടെ, ഈ കുഞ്ഞന്നാമ്മ എപ്പോഴാ വരുന്നതെന്നറിയാമോ? ആ കുഞ്ഞന്നാമ്മ പുള്ളിക്കാരിയുടെ സകല പണികളും ഒതുക്കി എല്ലാം തീർത്തതിന് ശേഷം ആ മീനും വെട്ടി തേച്ച് കഴുകി അത് കൊണ്ടുവന്നൊരു പാത്രത്തിൽ വെച്ച് ഒരു വലിയ ചട്ടി കൊണ്ട് അതും അടച്ച് പൂച്ച തട്ടിയിടാതെ എന്നതിന് ശേഷം ഒരു ഗ്ലാസ് എടുക്കും, കഴുകും, ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് അടുക്കള വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞന്നാമ്മ ഇടയ്ക്കൊരു നിപ്പില്ല. ബ്രേക്ക് ഇട്ടതുപോലെ കുഞ്ഞോറാച്ചൻ്റെ കാൽക്കൽ വന്ന് നിൽക്കും. വന്നത് എപ്പോഴാ? അത് കുഞ്ഞന്നാമ്മയുടെ സമയത്താണെന്നേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ പറഞ്ഞതെന്താ? ഞാൻ ഉടൻ വരുന്നു, ഇപ്പൊ കൊണ്ടുവരാം. അതാണ് ടാക്കു എന്ന് പറയുന്നത്. ടാക്കു എന്ന പദത്തിൻ്റെ അർത്ഥം ആ പ്രവൃത്തിയുടെ വേഗതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഇന്നായിരിക്കുന്ന ഇടം അവിടെ നിന്നൊന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കെങ്ങും ഒരു കട്ടൻ ചായക്ക് ഒരു മാടക്കടയിൽ അതേ ചിലവിട്ട് സമയം കളകയില്ല. അവൻ അതേ മടങ്ങി വരും. അത് വേഗം സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്ര ദൈവമക്കളുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഇത് സംബന്ധിച്ച് വരാകുന്ന മറ്റൊരു പ്രശ്നം കൂടെ പറഞ്ഞ് ഞാൻ അതിനും ഒരു പരിഹാരം വരുത്തി മുൻപോട്ട് വരട്ടെ. 2, ഒരു കള്ളൻ പകലത്തെ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല രാത്രി മോഷ്ടിക്കാൻ വരുന്നത്. രാത്രിയിൽ ഉപയോഗിച്ച വസ്ത്രം ഉപയോഗിച്ചല്ല പകൽ മോഷ്ടിക്കാൻ വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ നാം ഈ ഭൂമിയിൽ ദർശിച്ച അതേ ശരീരത്തോടു കൂടിയല്ല നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നത്. അവൻ തേജസ്സിന്റെ പുടവ അണിഞ്ഞുകൊണ്ട്, ആമേൻ, മഹാകവി KV സൈമൺ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 7 സൂര്യൻ ഒരുമിച്ച് നിന്ന് ഉദിച്ചുയരുമ്പോൾ ഉണ്ടാകുന്ന ആ പൊൻപ്രഭ ഏറ്റുവാങ്ങിക്കൊണ്ട് തേജസ്സിന്റെ പുടവ അണിഞ്ഞ് കർത്താവ് ഇതാ ഇറങ്ങി വരുന്നു. സ്തോത്രം. ഈ ഭൂമിയിൽ വെച്ച് നാം കണ്ട കർത്താവിനെ അല്ല ഇനി നാം മധ്യാകാശത്ത് വെച്ച് കാണുവാൻ പോകുന്നത്. He is going to appear in disguise. അവൻ വേഷം മാറിയതാ മടങ്ങി വരാൻ പോകുന്നു. സ്തോത്രം. 3, ഒരു കള്ളൻ ഒരിക്കലും വെറും ചീപ്പ് വേസ്റ്റിന് വേണ്ടി ഒരു കള്ളൻ മെനക്കെടുകയില്ല. നോ റോബർ വിൽ കം ഇൻ സെർച്ച് ഓഫ് വേസ്റ്റ്. വെറും വേസ്റ്റിന് വേണ്ടി ഒരു കള്ളൻ വരാറില്ല. മറിച്ച് വിലപിടിപ്പുള്ള സാധനം, പൊന്ന്, വെള്ളി, ഇതൊക്കെ എവിടെ വെച്ചിരിക്കാൻ നമ്മൾ പറയേണ്ടത് കള്ളന് നല്ലവണ്ണം അറിയാം. സ്തോത്രം. ഇക്കാലത്ത് സ്ത്രീകൾക്ക് വലിയ വിലയാണ് എന്ന് പറഞ്ഞാൽ പൊന്നിന് വില കൂടുന്നതിനനുസരിച്ച് സഹോദരിമാർക്കും ഭയങ്കര വിലയാ. സ്തോത്രം. പോട്ടെ, പൊന്നും പൊടിയും ഒക്കെ ഉള്ളവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോണേ. നിങ്ങൾ ആരും കള്ളനോട് പറയേണ്ടത് എവിടാ വെക്കുന്നത്, കള്ളൻ അറിയാതെ എവിടാ വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഇത് നോക്കിയാ ഈ കള്ളൻ വരുന്ന വിലപിടിപ്പുള്ള ഒന്നിനെ നോക്കി ഒരു കള്ളൻ വരുന്നുവെങ്കിൽ ഇന്ന് രാത്രി അകത്ത് പ്രത്യാശയുള്ള ദൈവപൈതലേ, നീ വിളിച്ചു പറ, വിലപിടിപ്പുള്ള ഒന്നേ എന്റെ കർത്താവ് കണ്ടിട്ടുള്ളൂ. അത് ആമേൻ, അവന്റെ ചങ്കിലെ ചോരയാൽ അവൻ വിലയ്ക്ക് വാങ്ങിയ തന്റെ തിരുസഭ, ആ സഭയെ ചേർക്കുവാൻ എന്റെ കർത്താവ് ഇതാ വേഗം വരികയോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. മടങ്ങി വരുമോ എന്ന ചോദ്യത്തിന് മടങ്ങി വരും. എങ്ങനെ തെളിയിക്കാം? സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതാണ്ട് 600-ലധികം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവ. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഇരട്ടി പ്രാവശ്യം ആ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന. സ്തോത്രം. പുതിയ നിയമത്തിൽ ആകെ 216 അധ്യായങ്ങൾ. 216 അധ്യായങ്ങളുള്ള പുതിയ നിയമത്തിൽ 318 പ്രാവശ്യം, 318 times out of 216 chapters in the New Testament, there we come across the fact that our Lord is coming. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. 216 അധ്യായങ്ങളുള്ളതിൽ 318 പ്രാവശ്യം. പോകട്ടെ, പുതിയ നിയമത്തിന്റെ ഏകദേശം പകുതി പുസ്തകത്തിന്റെ കുത്തക അവകാശം വെച്ച് പുലർത്തുവാൻ അതേ യോഗ്യനായി ഒരുവനേ ഉള്ളൂ. അത് പൗലോസ്ലീഹയാണ്. പൗലോസ്ലീഹ തന്റെ ലേഖനങ്ങളിൽ 50-ലധികം പ്രാവശ്യം ഇതാ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് പ്രസ്താവിച്ചിട്ടുണ്ട്. സ്തോത്രം. നോക്കണേ, വേദപുസ്തകത്തിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഉപദേശമുണ്ടെങ്കിൽ നാം പ്രിയം വച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ്.
ഇനി ചില സാക്ഷികളെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിരത്തുവാൻ പോകുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് എടുക്കാം, യേശു കർത്താവിനെ. ഇനിയും പോട്ടെ, സ്ത്രീകന്മാർ പറഞ്ഞത് ഇനിയും അവർ മനുഷ്യരല്ലേ, അവർക്ക് ചിലപ്പോൾ വീഴ്ച വരാമെന്ന് നമ്മൾ ഗണിച്ചാലും നമ്മുടെ കർത്താവ് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഇന്നെ സംശയിക്കുന്ന സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്രയോ പ്രാവശ്യം തൻ്റെ മടങ്ങിയറിവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഒന്നുകിൽ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുന്നവനല്ല നമ്മുടെ കർത്താവ്. ഒന്നുകിൽ ഉണ്ട് അല്ലെ ഇല്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് ഉണ്ടില്ലെന്ന് പറയുന്നവനല്ല നമ്മുടെ കർത്താവ്. അതൊക്കെ നമ്മൾ പറയുന്നതാ സ്തോത്രം. ആമേൻ. അറബി ദേശത്ത് സൗദി അറേബ്യയിൽ ഞാൻ 2003 ചെന്നപ്പം രണ്ട് പദം പഠിക്കുവാനിടയായി. ഒന്ന് ഫീയും മറ്റൊന്ന് മാഫിയും. ഈ ഫീയും മാഫിയും പറഞ്ഞ് അതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് കോഫി പറഞ്ഞു പിടിപ്പിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇത് രണ്ടിൽ ഒന്ന് പറയുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം പഠിച്ചാൽ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട് രാജാതി രാജാവിനോട് കൂടെ ഒന്നിരിക്കാൻ. സ്തോത്രം. നമ്മുടെ കർത്താവിനോട് കൂടെ ഒന്നിരിക്കാൻ, നമ്മുടെ ചങ്കിലെ ചോര നമുക്കായി ഊറ്റി തന്ന അരുമനാഥനോട് ചേർന്നൊന്നിരിക്കുവാൻ, പിതാവിൻ്റെ സന്നിധിയിൽ ഒന്ന് വന്നിരിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിട്ട് ചേർന്നൊരു ഫോട്ടോ എടുത്താൽ ചില പുള്ളികൾ അതും ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്ന കാണാം. ഞാൻ മൻമോഹൻ സിംഗുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുത്തെന്ന്. ഇരുന്നില്ല, നിന്നൊരു ഫോട്ടോ. ഇനിയും പോകട്ടെ, നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രണബ് മുഖർജി, അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാനിടയായെങ്കിൽ, അയ്യോ ഞാൻ രാഷ്ട്രപതിയെ കണ്ടു, 2 മിനിറ്റ് സംസാരിച്ചു, എന്തോ ഗമയിലാ പറയുന്നതെന്നറിയാമോ? അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, രാജാതി രാജാവും കർത്താതി കർത്താവും ആഴിയെ മൂഴിയെ ഒറ്റ വാക്കിനാൽ ഉളവാക്കിയവനും കലർപ്പില്ലാത്ത ദൈവ തേജസ്സിന്റെ തനി പകർപ്പുമായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനും ആത്മമണവാളനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനോടൊപ്പം നാം ആയിരിക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ഇന്ന് രാത്രി അപ്രത്യാശയുണ്ട്? കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ അവൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. എനിക്കടുത്തറിയാവുന്ന ഒരു വീട്, ആ വീട്ടിൽ ഉള്ള പ്രിയപ്പെട്ട അവരെല്ലാം ദൈവമക്കളാണ്. ഹസ്ബൻഡ്, വൈഫ്, 2 കുഞ്ഞുങ്ങൾ, അവർ ദൈവമക്കളാണ്. നാളുകളായി ദൈവസഭ പ്രാർത്ഥിച്ചു. ആ വീട്ടിലെ ആ ഗൃഹനാഥന് ദുബായിലൊരു ജോലി കിട്ടി. ദുബായിക്ക് പോയി. ഭർത്താവ് പോയത് ഭാര്യയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അവിടെ ചെന്നു, ജോലിയിൽ പ്രവേശിച്ചു. ചില നാളുകൾ കഴിഞ്ഞ് ഭാര്യയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കൈമാറുക. ഞാൻ നിങ്ങളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു ശ്രമമാണ് നടത്തുന്നത്, അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിച്ചോണം. വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. വിസ മാത്രം പോരാ, താമസിക്കാൻ വീട് വേണം. ദുബായിൽ വലിയ പ്രയാസമാണ്, അതുകൊണ്ട് വളരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരും പ്രാർത്ഥിച്ചു, സഭയും പ്രാർത്ഥിച്ചു. അങ്ങനത്തെ കാണാം വിസയുടെ ക്രമീകരണം ഒത്തുവന്നു. വിസയുടെ ക്രമീകരണം ഒത്തുവന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇനി നമുക്കൊരു വീട് കൂടെ വെക്കണം. വളരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ വീടും ഒത്തു വന്നു. ഇത് ആ ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഇന്നാര് തിരുവനന്തപുരത്ത് ഇന്ന സമയത്ത് ഫ്ലൈറ്റിൽ വരുന്നുണ്ട്, അവരുടെ കൂടെ നീ ഇഞ്ഞ് പോരുകയാണെങ്കിൽ എനിക്ക് അവധിയും എടുക്കേണ്ട, ഒരു ടിക്കറ്റിൻ്റെ പൈസ ലാഭിക്കുകയും ചെയ്യാം. എന്തുവാ നീ പറയുന്നത്? ഉടനെ ഭാര്യ പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ തന്നെ, അത് ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ദുബായിക്ക് വരാനോ? എനിക്കത് ഇപ്പോൾ ഒന്നും ഓർക്കാൻ വയ്യ. പ്ലെയിനെ കയറുന്ന കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴേ എനിക്ക് പേടിയാകുന്നു. പ്ലെയിൻ മേപ്പോട്ട് പൊങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ കുലുക്കം അത് മനസ്സിൽ ഓർക്കുമ്പോൾ ഇപ്പം ഞാൻ കുലുങ്ങിപ്പോവുക. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അച്ഛാ, അച്ഛൻ ഇങ്ങോട്ടൊന്ന് വരണം. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛാ സമ്മതിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന ദിവസം വരും. അധിക ദിവസം നാട്ടിൽ നിൽക്കുകയില്ല, ഞാൻ വന്ന് നിങ്ങളെയും കൂടെ എൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ ദുബായിലേക്ക് കൊണ്ടുവരും. എന്തൊരു സന്തോഷം. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ദുബായിക്ക് പോകാൻ പോവുകയല്ല. നാം ആകാശ മേഘങ്ങളെ താണ്ടി, കോടാനുകോടി ഗോളങ്ങളെ താണ്ടി, ആമേൻ, നമ്മുടെ പ്രിയൻ വസിക്കുന്ന ഇടത്തേക്ക് നാം കയറിപ്പോകുവാൻ പോകുകയാണ്. എത്ര ദൈവമക്കൾക്ക് ആ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. 1000 വാനഗോളങ്ങളെ താണ്ടി
ഉയരങ്ങളിലേക്ക് പോകുന്നു. എന്തിന്? അവൻ്റെ അടുക്കൽ നമ്മെ ഇരുത്തുവാൻ. നമ്മുടെ കർത്താവ് മടങ്ങി വരും, നമ്മെ അവൻ്റെ അടുക്കലേക്ക് ചേർക്കും, അവനോടൊത്ത് നാം ആയിരിക്കും. സ്തോത്രം. 2, സ്ത്രീകന്മാരെ ഓരോരുത്തരെ നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് അവരക്കമിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ എടുത്തു നോക്കൂ. 1 തെസ്സലോനിക്കർ 4:16 വാക്യങ്ങൾ പരിശോധിച്ചാൽ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവിതാ മടങ്ങി വരുന്നു. To draw the saints unto himself, our Lord is returning. തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാൻ നമ്മുടെ കർത്താവിതാ മടങ്ങി വരുന്നു. പത്രോസിനോട് ചോദിക്കാം. 1 പത്രോസ് 5:4 നാം ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. എന്നാൽ ഇടയ സെഷൻ പ്രത്യക്ഷമാകുമ്പോൾ അതേ തേജസ്സിന്റെ വാടാത്ത കിരീടം അന്ന് പ്രാപിക്കും. തേജസ്സിന്റെ കിരീടം പ്രാപിക്കേണ്ടതിന് വേണ്ടി, നമുക്ക് നൽകേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവിതാ മടങ്ങി വരുന്നു. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിച്ചു നോക്കൂ. 1 യോഹന്നാൻ 3:1-3 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, താൻ ആയിരിക്കുന്നത് പോലെ, ആര്? നമ്മുടെ പിതാവായ ദൈവം ആയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ന് പുത്രനായ ക്രിസ്തു ആയിരിക്കുന്നത് പോലെ, ഇന്ന് അവൻ ആയിരിക്കുന്ന 3 അനുഭവങ്ങളില്ല. 1 തേജസ്സോടുകൂടി അവൻ ആയിരിക്കുന്നു, 2 അമർത്യതയോടുകൂടി അവൻ ആയിരിക്കുന്നു, 3 സ്ഥലകാല പരിമിതിയില്ലാത്ത അവസ്ഥയിൽ ഇന്ന് നമ്മുടെ കർത്താവ് ആയിരിക്കുന്ന നാം അവനോടൊപ്പം സദൃശന്മാരാകേണ്ടതിന് നമ്മുടെ കർത്താവിതാ നമുക്ക് വേണ്ടി മടങ്ങി വരുന്നു. സ്തോത്രം. അവൻ മടങ്ങി വരുമ്പോൾ നാം അവനോട് കൂടെ അവൻ ആയിരിക്കുന്നത് പോലെ സദൃശന്മാരാകുക എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥ മാറും. ഈ ജരനര ബാധിച്ച അവസ്ഥ മാറും, എല്ലും പല്ലും കൊഴിഞ്ഞു മാറുന്ന അവസ്ഥ മാറും, ഈ PhD കംപ്ലൈൻ്റ് ഒക്കെ അന്ന് മാറും, ഈ കഷ്ടവും നഷ്ടവും എല്ലാം അന്ന് മാറും, രോഗവും ദുഃഖമൊക്കെ അന്ന് മാറും. നാം അവനോട് കൂടെ ആ തേജസ്സിൽ ആയിരിക്കും. സ്തോത്രം. അത് മാത്രമല്ല, അമർത്തിയ ശരീരത്തോടുകൂടെ, മരണമില്ലാത്ത ശരീരത്തോടുകൂടെ കർത്താവിനോടുകൂടെ നിത്യയുഗം നാം വാഴാൻ പോകുക. ഇതൊരു ഭാഗ്യമാ ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. 3ാമത്തെ അടുത്ത അനുഭവമാണ്. യൂദാപ്പോസ്തലൻ വിളിച്ചു പറയുന്നു. 12ാമത്തെ വാക്യം, യൂദയുടെ ലേഖനം 12ാമത്തെ വാക്യം. യൂദാപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവിതാ അവൻ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, യാക്കോബ് 5:6, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നിങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരിപ്പീൻ. Have a long patience for the appearance of our Lord. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി ദീർഘക്ഷമയോടെ കാത്തിരിപ്പീൻ. ഒരു കൃഷിക്കാരൻ നിലത്തിലെ അനുഭവത്തിനായി കാത്തുകൊണ്ട് മുൻമഴയ്ക്കും പിന്മഴയ്ക്കുമായി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ നാമും നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി അതേ ദീർഘക്ഷമയോടെ കാത്തിരിപ്പീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ വരും. സ്തോത്രം. സ്വർഗീയ ദൂതന്മാർ, പ്രവൃത്തി 1:11 നമ്മൾ പഠിച്ചാൽ, സ്വർഗീയ ദൂതന്മാർ ഇതാ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയുന്നു, ഇതാ നമ്മെ വിട്ട് വാങ്ങിപ്പോയ ഈ കർത്താവ് അവൻ പോയതുപോലെ മടങ്ങി വരും. സ്തോത്രം. ഒലിവുമലയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടു നിന്ന, ആമേൻ, ഇമ വെട്ടാതെ ഉയരത്തിലേക്ക് നോക്കി നിന്ന ഒരു കൂട്ടം ശിഷ്യന്മാര്, അവരെ നോക്കിക്കൊണ്ട് ഉയരത്തിൽ നിന്ന് ദൂത സഞ്ചയം ഇറങ്ങി വന്ന് ഇവരോട് വിളിച്ചു പറയുക, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു പോയ ഈ യേശു അവൻ പോയതുപോലെ മടങ്ങി വരും. എന്താ ഈ പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞ അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹോസൗട്ടേസ്. ഹോസൗട്ടേസ് എന്ന് പറഞ്ഞാൽ 5 നിലകളിലാണ് കർത്താവ് കയറിപ്പോയത്. അങ്ങനെയെങ്കിൽ 5 നിലകളിൽ തന്നെ അവൻ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. 1, അവൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഈ മൺമയമായ ശരീരത്തോടുകൂടിയല്ല, വിൺമയമായ ശരീരത്തോടുകൂടി അവൻ സ്വർഗാരോഹണം ചെയ്തുവെങ്കിൽ അവൻ മടങ്ങി വരുമ്പോൾ വിൺമയ ശരീരത്തോട് കൂടെ അവൻ മടങ്ങി വരും. സ്തോത്രം. 2,
ഒരു കൂട്ടം വിശുദ്ധന്മാരെ സാക്ഷി നിർത്തി നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയെങ്കിൽ ഇതാ ഒരു കൂട്ടം വിശുദ്ധന്മാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഇതാ അവൻ മടങ്ങി വരുവാൻ പോകുകയാണ്. 3 ദൂതന്മാരെ അകമ്പടി നിർത്തിക്കൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയെങ്കിൽ അതേ ദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ നമ്മുടെ കർത്താവ് ഇതാ മടങ്ങി വരികയാണ്. സ്തോത്രം. 4 ഒലിവ് മലയിൽ നമ്മുടെ കർത്താവ് അതേ സ്വർഗാരോഹണം ചെയ്ത് കരേറിപ്പോയെങ്കിൽ താമസം വിനാ അവൻ ഒലിവ് മലയിലേക്ക് തന്റെ വിശുദ്ധ കാന്തയുമായി ഇറങ്ങി വന്ന് കാൽപാദം ചവിട്ടുന്ന ഒരു ദിവസമുണ്ട്. അവൻ പോയതുപോലെ മടങ്ങി വരും. 5 മേഘങ്ങളെ താണ്ടിക്കൊണ്ട് എൻ്റെ കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയെങ്കിൽ അതേ മേഘങ്ങളെ താണ്ടി മുറിച്ചുകൊണ്ട് ഇതാ മേഘാരൂഢനായി എൻ്റെ കർത്താവ് മടങ്ങി വരും. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ആ പ്രത്യാശയുണ്ട്. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളെ അടിച്ച് ഒരു നിമിഷം ആത്മാവിന്റെ നിറവിൽ ശക്തിയായി 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 ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. യെസ്, കർത്താവ് മടങ്ങി വരുന്നു എന്ന് പറയുമ്പോഴും ഇന്നും ചിലർക്ക് യാതൊരു കുലുക്കവുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വിഷമിക്കണ്ട. അവിടെ ഇവിടെയും പലതും കുലുങ്ങി തുടങ്ങി. ഇനി നമ്മൾ കുലുങ്ങാതെ ഒരു രക്ഷയുമില്ല. സ്തോത്രം. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് വാതിൽക്കലായിരിക്കുന്നു. സ്തോത്രം. ഇനി സ്ത്രീകന്മാരൊക്കെ പറഞ്ഞ വാക്കിൽ നിന്ന് അവരിനി പുറകോട്ട് പോയാലും നമുക്ക് കടന്ന് വിശ്വസിക്കാവുന്ന ഒരുവന്റെ വാക്കുണ്ട്. നമ്മുടെ അരുമനാഥന്റെ വാക്ക്. അവൻ ഇന്ന് വരെ വാക്ക് മാറ്റി പറഞ്ഞിട്ടില്ല. അവൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു വാക്തത്വം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്. ദൈവമായതല്ലേ, നീ മറന്നാലും നിന്നോടുള്ള വാക്തത്വം അവൻ മറക്കുകയില്ല. സ്തോത്രം. ശത്രുവിനെയും വാക്തത്വത്തിന്റെ വാതിൽ കൊട്ടി അടച്ചെന്ന് പറഞ്ഞാലും ഈ വാക്തത്വത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ അവനൊരു വഴി കണ്ടിട്ടുണ്ട്. പിശാച് നിനക്കെതിരെ വാക്തത്വത്തിന്റെ ആമൻ വാതിൽ കൊട്ടി അടച്ചാലും ഇന്ന് രാത്രി അതിനുള്ളിൽ വഴി കണ്ടവനാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കാൻ എത്ര ദൈവമക്കളുണ്ട്? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. കർത്താവിന്റെ മടങ്ങി വരനെ സ്ഥിരീകരിക്കുവാൻ, അടിവര ഇട്ടുറപ്പിക്കുവാൻ ധാരാളം പ്രസക്ത ഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ അതിശക്തിയേറിയ 3 വാഗ്ദത്തങ്ങളാണ് അവൻ തന്നത്. 1, ഞാൻ ഇവിടുന്ന് കയറിപ്പോകുമ്പോൾ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. സ്തോത്രം. തീർന്നില്ല. ഞാൻ ഇവിടുന്ന് കയറി പോകുന്നതിന് മുൻപ് ഞാൻ എൻ്റെ സഭയെ പണിയും. 2, കരേറി പോകുമ്പോൾ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകും. 3, ഞാൻ അവിടെ ചെന്നാൽ വാക്തത്തിൻ പരിശുദ്ധാത്മാവിനെ അതേ വാങ്ങി നിങ്ങളുടെ മേൽ അയച്ചു തരും. സ്തോത്രം. സഭയെ പണിയുമെന്ന് പറഞ്ഞ കർത്താവ് സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. ആമേ. സമാധാനം തന്നേച്ചു പോകാമെന്ന് പറഞ്ഞവൻ സമാധാനം നൽകിയിട്ടവൻ പോയി. പരിശുദ്ധാത്മാവിനെ പിതാവിനോട് വാങ്ങി അയച്ചു തരാമെന്ന് പറഞ്ഞവൻ അങ്ങനെയെങ്കിൽ ഇനി വാക്തത്വം അവശേഷിക്കുന്നു. ദൈവപൈതലേ, അത് ഞാൻ വേഗം വരുന്നു എന്ന് അതേ പറഞ്ഞ് നമ്മെ വിട്ട് വാങ്ങിപ്പോയ കർത്താവ് 2000-ൽ പരം വർഷമായെങ്കിലും എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു ഒരുപക്ഷെ ഇന്ന് രാത്രി അവന്റെ വരവ് സംഭവിക്കും, അടുത്ത പ്രഭാതത്തെങ്കിൽ അവന്റെ വരവ് സംഭവിക്കും? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമ്മുടെ കർത്താവ് അവൻ മടങ്ങി വരും. സ്തോത്രം. യേശു കർത്താവിന്റെ ശ്രദ്ധിക്കൂ. യേശു കർത്താവിന്റെ കല്ലറയിലെ ഒരു പ്രത്യേക അനുഭവം അവന്റെ മടങ്ങി വരവിനെ സ്ഥിരീകരിക്കുന്നതാണ്. സ്തോത്രം. യേശു കർത്താവിനെ ശീല കൊണ്ട് പൊതിഞ്ഞ് കല്ലറയിൽ അടക്കം ചേരുന്നു. അപ്പോൾ തന്നെ അവന്റെ തലയിൽ ഒരു റൂമാലും കെട്ടിയിട്ടുണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ആ ശീലകളെല്ലാം ചുരുണ്ടുകൂടി അത് ഉരുണ്ടു മാറി ഒരു ഭാഗത്തേക്ക് പോകുന്നു. എന്നാൽ റൂമാലിന്റെ സ്ഥിതി അതല്ല. ഈ തലയിൽ കെട്ടിയിരുന്ന റൂമാല് അത് ഉരുണ്ടു മാറി കിടന്നു എന്നല്ല. മലയാള ഭാഷാന്തരത്തിൽ അങ്ങനെയാണെങ്കിലും ഗ്രീക്കിൽ നിന്നുകൊണ്ട് പഠിക്കുമ്പോൾ അറിയാം, ആ തലയിൽ കെട്ടിയ റൂമാല് ഇറ്റ് വാസ് ഫോൾഡഡ് ആൻഡ് കെപ്റ്റ് അവേ. അത് മടക്കി ഒരു ഭാഗത്ത് വച്ചിരിക്കുന്നു. സ്തോത്രം.
നല്ല ഹോട്ടലിൽ കയറി കഴിച്ചിട്ടുള്ളവർക്കറിയാം, അവർ കഴിക്കാനായി ഹോട്ടലിൽ ചെന്ന് കയറുമ്പോൾ അതേ പ്ലേറ്റും പിന്നെ ഫോർക്കും പിന്നെ അതിനെ പൊതിഞ്ഞിരിക്കുന്ന നല്ല ഒരു നാപ്കിനും ഒക്കെ ഉണ്ട്. സ്തോത്രം. ബഫേ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ പോയി ഒരു റൗണ്ട് ഫുഡ് എടുത്ത് കടന്നു വരുന്നു. എന്നതിന് ശേഷം ഈ നാപ്കിൻ അഴിച്ച് നമ്മുടെ മടിയിലോട്ട് വിരിക്കും. കാര്യം അഴുക്കൊന്നും നമ്മുടെ മടി വീഴാതിരിക്കാൻ വിരിക്കുന്നു. എന്നതിന് ശേഷം അത് കഴിക്കുന്നു. കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു റൗണ്ട് കൂടെ നമ്മൾ ആഹാരം എടുക്കാൻ ആഗ്രഹിച്ചാൽ ഈ നാപ്കിൻ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി പ്ലേറ്റിൽ വെക്കാറില്ല. നാപ്കിൻ ഒന്ന് മടക്കി അതേ അതിൻ്റെ സൈഡിൽ വെച്ച് നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ വെച്ചേക്കും. നാപ്കിൻ ഒന്ന് മടക്കി ആ ഇരിക്കുന്ന ഇരിപ്പിടത്തോട് മേശയിൽ നമ്മൾ വെക്കും. സ്തോത്രം. അപ്പോൾ വെയിറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച ആ വേസ്റ്റ് പാത്രം എടുത്തുകൊണ്ട് പോകും. ആ വെയിറ്ററിനറിയാം ഫോർക്ക് സ്പൂണ് എടുക്കരുത്. കാര്യം ഈ ആള് പോയിട്ട് മടങ്ങി വരും, ഈ ആള് പോയി അടുത്ത റൗണ്ട് ഫുഡ് എടുത്ത് മടങ്ങി വരും. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഈ മടക്കി വെച്ചിരിക്കുന്ന നാപ്കിൻ അതിന് കാരണം. സ്തോത്രം. യേശു കർത്താവിൻ്റെ കല്ലറ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ദൈവമക്കളെ. അവൻ്റെ തലയിൽ കെട്ടിയിരുന്ന റൂമാൽ ചുരുട്ടി വെച്ചിരിക്കുന്നു അല്ല, അത് മടക്കി ഒരു ഭാഗത്ത് വെച്ചുവെങ്കിൽ ഇതെന്താ വിളിച്ചറിയിക്കുന്നത്? കല്ലറയെ ഭേദിച്ചുകൊണ്ട് പാതാള ശക്തിയെ കാൽക്കീഴയാക്കി മരണത്തിന്മേൽ ജയമെടുത്ത് കയറിപ്പോകുന്ന നമ്മുടെ കർത്താവ് അവൻ മടങ്ങി വരും. സ്തോത്രം. അവൻ മടങ്ങി വരും. എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്! കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? തനിക്കായി നമ്മുടെ പ്രത്യക്ഷതയ്ക്കായി നമ്മുടെ കർത്താവ് മടങ്ങി വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി. പാത്തിരിക്കുന്നവരുമുണ്ട്, കാത്തിരിക്കുന്നവരുമുണ്ട്. ചില പുള്ളികളുണ്ട് പാത്തിരുന്ന് കളയും, ഒരിക്കലും സുവിശേഷത്തിന് പിടിതരികയില്ല. ഇവരെ ഞാൻ സക്കായി ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. സക്കായിയുടെ പരിപാടി തന്നെ, അവൻ കാട്ടത്തിമേൽ കയറി ഒരു ശിഖരത്തിൽ സ്ഥാനം പിടിച്ച് കുറേ ഇലയെല്ലാം കൂടെ ഒടിച്ച് മടക്കി ഇതിനകത്തൂടെ ഇങ്ങനെ ഊളിയിട്ട് നോക്കുക. വീഡിയോഗ്രാഫർമാർ എന്നോട് പിണങ്ങല്ലേ, അവരിങ്ങനെ ഒറ്റ കണ്ണടച്ച് മറ്റേ കണ്ണുകൊണ്ട് നോക്കുന്നത് പോലെ ഊളിയിട്ട് നോക്കുക. എന്താണ്? ഈ വരുന്ന യേശുവിനെ എനിക്ക് കാണണം, പക്ഷെ യേശു എന്നെ കാണരുത്. എനിക്ക് യേശുവിനെ കാണണം. ഇവൻ എങ്ങനെ ഉള്ളവനെന്ന് എനിക്കറിയണം. ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ച് പറയട്ടെ ദൈവവായതിലെ, നീ എത്ര കണ്ട് നിന്നെ തന്നെ മറച്ച് നീ പാത്തിരുന്നാലും നിന്നെ യേശു കർത്താവ് കണ്ടു. അവൻ കണ്ടു. നിന്റെ നോട്ടം യേശുവിൻ്റെ മേൽ വന്നു വീഴുന്നതിന് മുമ്പ് എൻ്റെ യേശുവിൻ്റെ നോട്ടം നിന്റെ മേൽ വന്നു വീണു. അതുകൊണ്ടല്ലേ യേശു കർത്താവ് സക്കായിയെ നോക്കി വിളിച്ച് പറയുന്നു, സക്കായിയേ, നീ വേഗം ഇറങ്ങി വാ. ഇന്ന് രാത്രി ദൈവാത്മാവിൻ്റെ ശബ്ദമത്ര ഇവിടെ മുഴങ്ങി കേൾക്കുന്നത്. പലതുകൊണ്ട് മറച്ച് തന്നെ തന്നെ മൂടി തന്നെ തന്നെ മറച്ച് സൂക്ഷിക്കുന്ന വ്യക്തി ജീവിതമേ, പാരമ്പര്യത്തിൻ്റെ മൂടുപടമാ നിന്റെ മേൽ വീണ് കിടക്കുന്നത്. അന്യാരാധയുടെ മൂടുപടമാ നിന്റെ മേൽ വീണ് കിടക്കുന്നത്. ഇരുളിൻ്റെ ശക്തിയുടെ മൂടുപടമാ നിന്റെ മേൽ വീണ് കിടക്കുന്നത്. പിശാച് തന്നെ അതേ കണ്ണുകളെ കണ്ണുകളാക്കി മാറ്റിയിരിക്കുന്ന അനുഭവം ഇന്ന് രാത്രി ഒരുവൻ വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ കണ്ടു സഹോദര, ഞാൻ നിന്നെ കണ്ടു സഹോദരി, നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല, നീ വേഗം ഇറങ്ങിവോ. സ്തോത്രം. സക്കായിയുടെ മാനസാന്തരത്തെങ്കിലെ 3 അനുഭവം. 1, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. സ്തോത്രം. ഓർത്തോണേ, നീ എത്ര കണ്ട് ബന്ധപ്പെട്ട് അതും ചില സ്ഥാനത്തുനിന്ന് ചിലത് വിട്ടിറങ്ങി വന്നാൽ ഒടുവിൽ വന്ന് നിൽക്കുന്നത് അരുമനാഥന്റെ കാൽ ചുവട്ടില്ല. സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്ര ദൈവമക്കളുണ്ട്? ഉറ്റവരും പെറ്റവരും നിന്നെ തള്ളിയാലും, ഭവനത്തിന്റെ വാതിൽ കൊട്ടിയടയപ്പെട്ടാലും, സമൂഹം നിന്നെ വിലക്കിയാലും, കൃപ പ്രാപിച്ച ദൈവവൈതലേ, അവന്റെ വിളി കേട്ടാണോ നീ ഇറങ്ങി വന്നത്? നീ വന്നു നിൽക്കുന്നത് അവന്റെ കാൽച്ചുവട്ടില. സ്തോത്രം. നീ അനുഭവിക്കുന്ന സാന്നിധ്യം അവന്റെ സാന്നിധ്യമാ. ഒരുപക്ഷെ ഉറ്റവർ നിന്നെ കൈവിട്ട അനുഭവം, നിനക്കുള്ളവർ നിന്നെ ഉപേക്ഷിച്ച അനുഭവം ഇന്നും വിലക്ക് നിന്റെ മേൽ ഉണ്ടെങ്കിൽ സഹോദരി നീ ഭയപ്പെട്ടു പോകരുത്. സഹോദര നീ ഭാരപ്പെട്ടു പോകരുത്. അരുമനാഥന്റെ കാൽച്ചുവട്ടില നീ ആയിരിക്കുന്നെങ്കിൽ നീ ഇന്ന് രാത്രി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് തനിച്ചല്ല, അവനുമായി കൈകൊടുത്ത് നീ വീട്ടിലേക്ക് മടങ്ങുവാൻ പോകുന്നത്. ഇന്ന് രാത്രി ബന്ധപ്പെട്ടിറങ്ങി വരുവാൻ ദൈവാത്മാവ് ചില ഹൃദയങ്ങളെ തൊട്ടുകൊണ്ട് സംസാരിക്കുന്നു. വിലക്കുകളുണ്ട് നിനക്കെതിരെ, എങ്കിലും ബന്ധപ്പെട്ടിറങ്ങി വരുവാൻ. ആമേൻ. തടസ്സങ്ങളുണ്ടെങ്കിലും ബന്ധപ്പെട്ടിറങ്ങി വരുവാൻ ദൈവാത്മാവാക്കുവാനും തരുന്നു. 1, ബന്ധപ്പെട്ടിറങ്ങി വന്നു. 2, അവൻ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. സന്തോഷത്തോടെ, ഒരു മടിയും കൂടാതെ. ഇന്ന് രാത്രി നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ,
നിന്റെ ഉള്ളിൻ്റെ നീറ്റൽ മനസ്സിലാക്കുന്ന ഒരുവനുണ്ടെങ്കിൽ, നിന്റെ ആവശ്യം നീ അവനോട് പറയുന്നതിന് മുമ്പ് നിന്റെ ആവശ്യം ഇന്നതെന്ന് തിരിച്ചറിയുന്ന ഒരുവനുണ്ടെങ്കിൽ, അത് മറ്റാരുമല്ല, നിന്റെ വീണ്ടെടുപ്പുകാരനായ ബോവസ് എന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര ദൈവമക്കൾക്ക് ആമേൻ പറയാൻ കഴിയും? സ്തോത്രം. നിന്റെ ആവശ്യം നീ അറിയുന്നതിന് മുമ്പ് നിന്റെ ആവശ്യം ഇന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല കർത്താവ്. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 2:8 വായിച്ചു വന്നപ്പോൾ ഞാൻ ഒരു സമയത്ത് പൊട്ടിക്കരയുവാനിടയായി. മറ്റൊന്നുമല്ല, ഒരു അന്യ സ്ത്രീ, സ്തോത്രം, കുലം കൊണ്ടായാലും കോലം കൊണ്ടായാലും വേഷം കൊണ്ടായാലും ഭാഷ കൊണ്ടായാലും ആമേൻ പേര് കൊണ്ടായാലും നേര് കൊണ്ടായാലും ബോവസിന്റെ അടുക്കൽ പോയിട്ട് അകലെപ്പോലെ നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത ആമേൻ കറുത്തിരുണ്ട ഒരു സ്ത്രീയെ നോക്കിക്കൊണ്ട് ബോവസ് വിളിച്ചു പറയുന്നു, കേട്ടോ മകളെ, പെറുക്കുവാൻ നീ വേറിടത്ത് പോകണ്ട, ഇവിടെയും വിടുകയും വേണ്ട എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവമാണ് നിന്നെ ഈ വയലിൽ കൊണ്ടുവന്നത്. നിന്നെ ഈ വയലിൽ കൊണ്ടുവന്നെങ്കിൽ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മകളെ, നിനക്ക് ദാഹിക്കുമ്പോൾ കുടിക്കേണ്ടതിന് ഞാൻ ഇവിടെ വെള്ളം കോരി വെപ്പിച്ചിട്ടുണ്ട്. മകളെ, നിനക്ക് വിശക്കുമ്പോൾ ഭക്ഷിക്കേണ്ടതിന് ഞാൻ എൻ്റെ മേശയിൽ ഞാൻ ആഹാരം കരുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി കണ്ണുകൾ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര ദൈവമക്കളുണ്ട്? നിന്റെ ആവശ്യം നീ അവനോട് പറയുന്നതിന് മുമ്പ് അവൻ നിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ്, സഹോദര, തിരിച്ചറിഞ്ഞു സഹോദരി, നിനക്ക് ദാഹമുണ്ടെന്ന് അവൻ അറിയാം, നിനക്ക് വിശപ്പുണ്ടെന്ന് അവൻ അറിയാം. നിന്റെ വിശപ്പിന്നതെന്ന് അറിഞ്ഞ് അതിന് പരിഹാരം വരുത്തുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കാൻ, അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ചുകൊണ്ട് ഒരു നിമിഷം ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. ഓ ചൂടാര ബാബ ദിൽഖാന ദിരിബിനഗസേ അപ്പാ ബവംബിനഗസൈഡാര. എല്ലാ വിലക്കുകളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. തടസ്സങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. അരിമനാഥന്റെ വിളിയുടെ മുൻപിൽ ഇറങ്ങി വരുവാൻ ആഗ്രഹമുണ്ടായിട്ടും തടയുന്ന പാരമ്പര്യ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറ്. ശക്തമായി ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി നീ വന്ന് നിൽക്കുന്നത് ആമേൻ നിന്റെ വീണ്ടെടുപ്പുകാരന്റെ വയലിലാണ്. നിന്റെ ആവശ്യം ഇന്നത് നീ പറയുന്നതിന് മുമ്പ് അവൻ നിന്റെ ആവശ്യം അറിഞ്ഞു കഴിഞ്ഞ സഹോദര, നിന്റെ കടഭാരം എത്ര വലുതായാലും ഇന്ന് രാത്രി എന്ന് പരിഹാരം വരുത്തുവാൻ എൻ്റെ യേശു മതിയായവനാണ്. നിന്റെ രോഗം എത്ര മൂർച്ഛിച്ച അവസ്ഥയിലായാലും ഇന്ന് രാത്രി രോഗത്തിന് സൗഖ്യം തരുവാൻ എൻ്റെ യേശു മതിയായവനാണ്. സ്തോത്രം. കേട്ടോ മകളെ, ഈ വയല് വിട്ട് നീ പോകരുത്, ഈ കൃപ വിട്ട് നീ പോകരുത്, ഈ കൂട്ടായ്മ വിട്ട് പോകരുത്, ഈ ശുശ്രൂഷ വിട്ട് നീ പോകരുത്, ഈ ആരാധന വിട്ട് നീ പോകരുത്. സ്തോത്രം. മടങ്ങി വരാം. ഉള്ളിന്റെ ഉള്ളറ നല്ലപോലെ അറിയുന്ന കർത്താവ്, സ്തോത്രം, അവൻ മടങ്ങി വരുന്നു. അവൻ മടങ്ങി വരുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. പാത്തിരിക്കുന്നവരുടെയല്ല, കാത്തു നിൽക്കുന്നവര്. സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിൽ ഉണർവ് സംഭവിച്ച സമയത്ത് ഒരു രാത്രിയിൽ ഒരു ഹോട്ടലിൽ വിശ്രമിച്ച മിഷണറി അല്പം ദൂരെ ഒരു കരച്ചിലിൻ്റെ ശബ്ദം കേട്ടു. താൻ സൂക്ഷിച്ചു ശ്രദ്ധിച്ചു. രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് ദൂരെ ഒരു വീട്ടില് കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. ആ മിഷണറി ആ മുകളിലത്തെ നിലയിൽ നിന്ന്, ആ ഹോട്ടൽ റൂമിൽ നിന്ന് താഴേക്ക് വന്ന് പുറത്തു വന്ന് എന്ന് ശ്രദ്ധിച്ചപ്പോൾ കാണാം, ഇത് ശക്തമായ കൂട്ടക്കരച്ച്. അദ്ദേഹം വിചാരിച്ചു ഇനി വീടിന് തീപിടുത്തം ഉണ്ടായതാണോ, വീട്ടിൽ ആരെങ്കിലും മരിച്ചതാണോ. അല്പം കൂടെ നടന്നടുത്ത് എന്ന് ആ ശബ്ദം ശ്രദ്ധിച്ചു. അല്പം കൂടെ അടുത്ത് എന്ന ശബ്ദം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ തീപിടുത്തം ഉണ്ടായില്ല, ആരും മരിച്ചിട്ടില്ല. രാത്രി 12 മണി കഴിഞ്ഞ സമയത്തും അതേ ഒരു കൂട്ടം ദൈവമക്കൾ ഒരു കൊച്ചു കൂരയ്ക്കകത്തിരുന്ന് കണ്ണുനീരോടെ ഉച്ചത്തിൽ അവർ നിലവിളിക്കുക, കർത്താവേ, ഇന്തോനേഷ്യയിൽ ഉണർവ് ആമേൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് നീ മടങ്ങി വരണമേ, നീ മടങ്ങി വരണമേ, നീ മടങ്ങി വരണമേ. നോക്കണേ ദൈവമക്കളെ, ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എത്രയോ വിശുദ്ധന്മാർ അരിമനാഥന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ, വള്ളിക്കോട് കോട്ടയം നിവാസികളെ, സമീപ പ്രദേശത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ ദേശത്തോട്, ദേശനിവാസികളോട് ഒരു ദൂത് വിളിച്ചു പറയാനുണ്ട്. കർത്താവിന്റെ വരവ് വാതിൽക്കലായി. ഇനി നിനക്ക് സമയമില്ല, നീ അവന് വേണ്ടി ഒരുങ്ങുക.
യെസ്, ഉഴപ്പി നടന്ന കാലം അത് അവസാനിച്ചു. ആമേ, സമയം നീട്ടിവെച്ച കാലം അത് അവസാനിച്ചു. നിന്റെ അരുമനാഥന് വേണ്ടി ഇന്ന് രാത്രി ഉണർന്നും ജാഗരിച്ചും ഇരുന്നു കൊള്ളുവാൻ ദൈവാത്മാവ് ശക്തമായ ദൂത് വിളിച്ചു പറയുന്നു. കാരണം അവന്റെ വരവ് വാതിൽക്കലോ. 2, സ്തോത്രം, ഒരു കൂട്ടം വിശുദ്ധന്മാരെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് കടന്നു വരുന്നു. സങ്കീർത്തനം 50:5. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവേൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തു. എപ്പോൾ? കാൽവറി ക്രൂശിൽ നമ്മുടെ അരുമനാഥൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. വിശ്വാസത്താൽ നാം അവനുമായി ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ ആ നിയമം ചെയ്ത ഒരു കൂട്ടം ആമേൻ ആളുകൾ, അവരെ വേദപുസ്തകം വിളിക്കുന്നത് വിശുദ്ധന്മാർ. ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിശുദ്ധന്മാരുണ്ടോ എന്ന്. യെസ്, തിരുവചന ഭാഷയിൽ വിശുദ്ധന്മാരുണ്ട്. ആരാ വിശുദ്ധന്മാർ? യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ആമേൻ യേശുവിന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് ആമേൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച് ലോകത്തെയും പാപത്തെയും വിട്ട് പാരമ്പര്യ അനുഭവങ്ങളെ വിട്ട് ഇറങ്ങി വന്നവർ, അവരാണ് വിശുദ്ധന്മാർ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോഷിയെ പോലെ ഉള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പാരമ്പര്യത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് അങ്ങനെയുള്ള വ്യക്തികളെ ഈ തലമുറയിൽ എൻ്റെ ദൈവം ആമേൻ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെയുള്ളവരെ കരുത്തിൽ എടുത്തുപയോഗിക്കുന്നതിനായി സ്തോത്രം. നല്ല ഒരു ഫിസിഷ്യനാ, അതിനേക്കാൾ ഉപരി നല്ല ഒരു ആത്മീയൻ. ഇന്ന് രാത്രി പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതുപോലെ പാരമ്പര്യത്തിന്റെ പഴഞ്ചൻ ചട്ടക്കൂടുകളെ വിട്ട് അന്യാരാധന വിട്ട് എൻ്റെ കർത്താവിന് വേണ്ടി ആരിറങ്ങി വരുന്നു അവരെ നോക്കി സ്വർഗം വിളിച്ചു പറയുന്നു, നീ വിശുദ്ധനോ, നീ വിശുദ്ധ മതിയാ. ചെല്ലി ചോദിക്കുന്നു, ആഹാ, ഇന്ന് വിശുദ്ധന്മാരോ? വിശുദ്ധൻ എന്ന് പറയുന്ന മരണാനന്തര ബഹുമതിയല്ലേ? നോ, തെറ്റി. വിശുദ്ധൻ എന്ന് പറയുന്ന മരണാനന്തര ബഹുമതി അല്ല. ഒരുവൻ മരിച്ചു, അവന്റെ എല്ലും പല്ലും മണ്ണിൽ ദ്രവിച്ചു, കാലങ്ങൾ ചിലത് കഴിഞ്ഞു, അതിലെ ഒരംശം എടുത്തു വെച്ച് ഒരൗദ്യോഗിക സ്ഥാനത്തുനിന്ന് ഒരു മനുഷ്യൻ നടത്തുന്ന വിളംബരമല്ല വിശുദ്ധൻ. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് കയറി വരുമ്പോൾ സ്വർഗം നിനക്ക് മീതെ തുറക്കുന്നു. ഉയരത്തിൽ നിന്ന് ഒരു ശബ്ദം നിന്റെ കാതിൽ മുഴങ്ങുന്നു. എന്ത്? ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രി, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രി. ഇന്ന് രാത്രി ആ പദവി ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. അങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർക്കുവാൻ എൻ്റെ കർത്താവ് കടന്നു വരികയാണ്. പട്ടച്ചാരായം അടിച്ച് വട്ടം കറങ്ങി നടക്കുന്നവനെ ചേർക്കാനെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമുണ്ട്. നോ, സ്തോത്രം. ഈ സൂചി നിർമ്മിക്കുന്ന ഫാക്ടറി നിങ്ങൾ സന്ദർശിച്ചാൽ വൈകിട്ട് 5 മണി വരെ അവിടെ ജോലിയുണ്ട്. 5 മണി കഴിഞ്ഞാൽ സ്റ്റാഫൊക്കെ വിട്ടുപോകും. സ്റ്റാഫൊക്കെ വിട്ടുപോയാലും ആ മുറിക്കകത്തൂടൊക്കെ അത് ഒരു കാന്തം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മുറി മുഴുവൻ നടന്ന് നോക്കുന്ന 1-2 അറ്റൻഡേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിൽ ഒരു കാന്തമുണ്ട്. ഈ കാന്തം കൊണ്ടാണ് ഈ സൂചി ഉണ്ടാക്കിയ മുറി മുഴുവൻ ഇവർ കയറി നടക്കുന്നത്. ഈ മുറിസൂചിയൊക്കെ അവിടെ ഇവിടെ വീണ് കിടന്നാൽ അടുത്ത ദിവസം ജോലിക്ക് വരുന്നവിടെ കാലേ കൊണ്ട് കയറും. അത് വരാതിരിക്കാനാണ് ഈ സൂചി പിടിച്ചെടുക്കാൻ ഈ കാന്തവുമായി മുറി മുഴുവൻ നടക്കുന്നത്. ഇവർ ഈ കാന്തവുമായി ഈ മുറിയിൽ നടക്കുമ്പോൾ സൂചിയെ കാന്തം കയറി പിടിക്കും. പക്ഷേ അവിടെ കിടക്കുന്ന ആ വെറ്റിലയും ഇവിടെ കിടക്കുന്ന ആ പാക്കും അവിടെ കിടക്കുന്ന ആ ബീഡി മുറിയും ഇവിടെ കിടക്കുന്ന സിഗരറ്റ് കുറ്റിയേയും കാന്തം പിടിക്കയില്ല. ബിയർ ബോട്ടിൽ അവിടെ കിടന്നാൽ കാന്തം പിടിക്കയില്ല. വിസ്കിയുടെ ബോട്ടിൽ അവിടെ കിടന്നാൽ കാന്തം പിടിക്കയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, പട്ടച്ചാരായം അടിച്ച് നീ വട്ടം കറങ്ങിയാൽ ഇവിടെ കൊണ്ട് തീരുകയുള്ളൂ. എന്നാൽ അത് വിട്ടുന്ന് രാത്രി യേശുവിനായി നിന്റെ ഹൃദയം കൊടുക്കുന്നുവെങ്കിൽ അവന്റെ കാഹളധ്വനി ഈ രാത്രി മുഴങ്ങുമ്പോൾ വിശുദ്ധന്മാരുടെ പട്ടികയിൽ നിന്റെ പേര് കാണും. നിനക്കും അവനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ കയറി പോവാൻ കഴിയും. ഇന്ന് രാത്രി എത്ര പേർ യേശുവിനായി തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കും. വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. 3, നിർമ്മല കന്യകയെ ചേർക്കുവാൻ. നിർമ്മല കന്യക, സ്തോത്രം. 2 കൊരിന്ത്യർ 11:2 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തുയേശു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക, നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ വിവാഹമുണ്ട്.
ഇവിടുത്തെ വിവാഹം മാറിപ്പോകുന്ന പോലെ ഈ വിവാഹം മാറത്തില്ല. ഇത് നിശ്ചയം കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞാലും ആമേൻ വിവാഹം നടക്കും. ആരുമായി? അരുമ മണവാളനുമായി. ആരോട് ചേർന്ന്? നിർമ്മല കന്യകയുമായി. സ്തോത്രം. എൻ്റെ യേശു കർത്താവ് അവൻ വേളി കഴിക്കുവാൻ പോകുന്ന കാന്തയ്ക്ക് സ്തോത്രം 9,000 ഗുണവിശേഷങ്ങൾ വേണമെന്ന് പ്രതീക്ഷയില്ല. ഒറ്റ ഗുണവിശേഷം, അതാണ് വിശുദ്ധമായിരിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു വിവാഹം നടക്കണമെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A to Z മുഴുവൻ അങ്ങ് നിരത്തും. ഇതെല്ലാം ഡിമാൻഡ്സാ. ഒന്ന്, ഏജ് ഒത്തു വരണം, വയസ്സൊത്തു വരണം. ചെറുക്കന് 35 വയസ്സാ. അവൻ്റെ മുടിയെല്ലാം ഒരു പരുവത്തിൽ നരച്ചൊരു പരുവമായി. പക്ഷേ അവൻ പിടിച്ചു നിൽക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഡൈയുടെ പച്ചയാണ്. ഈ ഡൈ ഇല്ലായിരുന്നെങ്കിൽ അവൻ എന്നേ ഡൈ ആയി പോകുമായിരുന്നു. ഈ 35 വയസ്സുകാരനും പ്രതീക്ഷിക്കുന്ന പെങ്കൊച്ച് 23 വയസ്സുകാരിയാണ്. അതിനപ്പുറം ആകരുതെന്നാണ് പറഞ്ഞത്. 23 വയസ്സല്ലേ 24 വയസ്സ്, അതിനപ്പുറം പോകണ്ടെന്നാണ് പറയുന്നത്. നോക്കണേ, ഏജ്. 2, ബി ബ്യൂട്ടി. ഇവൻ്റെ സൗന്ദര്യം പറഞ്ഞാൽ കുഞ്ചുക്കുറുപ്പിൻ്റെ കോളത്തിൽ അവൻ്റെ ഒരു ഫോട്ടോ ഫിറ്റ് ആകും. അതുപോലുള്ള പേഴ്സണാലിറ്റി സൗന്ദര്യമാണ്. പക്ഷെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചുള്ള ഡിമാൻഡ് എന്താണെന്നറിയോ? സുന്ദരിയായിരിക്കണം. എനിക്കൊരു മാരുതി കാറ് വാങ്ങിച്ച് അതിനകത്തൊരു മാതിരി കൊണ്ട് നടക്കണമെന്നും പറഞ്ഞാണ് സുന്ദരിയെ കെട്ടാൻ നടക്കുക കുറെ കിങ്കരന്മാര്. സ്വോത്രം. 3, സി ക്യാരക്ടർ. ഇവന്റെ ക്യാരക്ടർ പറഞ്ഞാൽ നല്ല രാത്രിയിലെ ഇവൻ പുറത്തിറങ്ങും. കാര്യം നാട്ടുകാരെ പേടിച്ച. സ്വഭാവം നല്ലതായിട്ടാണെങ്കിൽ പകലും വേണേ ഇറങ്ങായിരുന്നു. പക്ഷെ അല്ല, ക്യാരക്ടർ മോശമാണ്. എന്നാൽ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ക്യാരക്ടർ നന്നായിരിക്കണം. അതാ ഭയങ്കര ഡിമാൻഡാ, നന്നായിരിക്കണം. 4, ഡി ഡൗറി. സ്തോത്രം. അത് അപ്പനും തമ്മിൽ കൈമാറുന്നൊരു വിഷയമാണ്. അപ്പനും തമ്മിൽ കൈമാറുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറുക്കൻ്റെ അപ്പനെ കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കക്ഷത്തിലൊരു കൊച്ചു ബാഗ് കാണും എന്ന് പറഞ്ഞാൽ അവിടുന്ന് വല്ലതും തരുന്നത് വാങ്ങിച്ചിട്ടുകൊണ്ടും കൂടെ പോകാനായി വരുന്നതേ. സ്തോത്രം. കക്ഷത്തിലൊരു കൊച്ചു ബാഗ് കാണും. അതാ ചെറുക്കൻ്റെ അപ്പൻ. എവിടെ അമ്മൻ വിവാഹ നിശ്ചയത്തിന് പോയാലും സൂക്ഷിച്ച് നോക്കണം. കക്ഷത്തിൽ കൊച്ചു ബാഗുള്ള ആളാരാ? അതാ ചെറുക്കൻ്റെ അപ്പൻ എന്ന് ഓർത്തോണം. സ്തോത്രം. ഇത് അപ്പനും തമ്മിൽ കൈമാറുന്ന ഒരു വിഷയമാണ് ഡൗറി. അടുത്ത ഈ എഡ്യൂക്കേഷൻ. യവൻ SLC 3 പ്രാവശ്യം തോറ്റു കഴിഞ്ഞ് അങ്ങനെ നിന്നപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് അങ്കിൾ വിളിച്ച് പറഞ്ഞ് നീ ഇങ്ങ് പോരാൻ പറഞ്ഞു. ഒരു വിസ ഒപ്പിച്ചു കൊടുത്ത് അമേരിക്കയിൽ വന്നു. അമേരിക്കക്കാരെന്നോട് പിണങ്ങല്ലേ, ഞാനൊരു കൊച്ചു ദൃഷ്ടാന്തം പറയുന്നേ ഉള്ളൂ. അപ്പം ഇവൻ അമേരിക്ക വന്നു. 2 കൊല്ലം കഴിഞ്ഞ് അവധിക്ക് വന്നിരിക്കുക കെട്ടാൻ. ആകെ കൂടെയുള്ള ഡിഗ്രി എന്ന് പറഞ്ഞാൽ U കുത്ത S കുത്ത A. ഇതും കൊണ്ട് ഇയാൾ പെണ്ണ് കെട്ടാൻ വന്നിരിക്കുക. പെണ്ണ് കെട്ടാൻ വരുമ്പോൾ എന്തോ ഒരു ഡിമാൻഡാണെന്നറിയാം. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചുള്ള പ്രതീക്ഷ M.Tech ആയിരിക്കണം, MSc നേഴ്സ് ആയിരിക്കണം, MBBS ആയിരിക്കണം. എൻ്റെ ചോദ്യം, ഇവൻ SLC 3 പ്രാവശ്യം തോറ്റത് ഇവൻ അങ്ങ് മറന്നുപോയി. എങ്ങുന്നും ഒരു ഡിഗ്രി എടുത്തുകൊണ്ട് ഇയാൾ വന്നിരിക്കുക. M.Tech-കാരിയെ വേണം, MSc-കാരിയെ വേണം. നോക്കണേ, കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചുള്ള പ്രതീക്ഷ. F ഫാമിലി, G ജസ്റ്റർ എന്ന് പറയും. മുമ്പോട്ട് നോക്കിയാൽ പെങ്കൊച്ചിൻ്റെ 2 കണ്ണിൽ നോർത്ത് സൗത്ത് പോൾ അടിച്ചു പോകുന്ന ആകരുത്, ഒരേ ദിശയിൽ ഇങ്ങനെ നോട്ടം പോകുന്ന ആയിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. സ്തോത്രം. ഇങ്ങനെ അങ്ങോട്ട് പോകും. H ഹൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് പോകും. ബാക്കി അറിയണമെങ്കിൽ പിന്നെ എന്നെ ഒന്ന് കണ്ടാൽ മതി. ഇവിടെ ഒരു വിവാഹം നടക്കണമെങ്കിൽ പ്രിയമുള്ളവരെ എന്തെല്ലാം ഡിമാൻഡ്സാണ് നമ്മൾ വെക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നമ്മെ വേളി കഴിപ്പാനായി ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരുവൻ നമ്മിൽ ഒറ്റ ഡിമാൻഡേ അവനുള്ളൂ. എന്ത്? എന്റെ കാന്ത അത് വിശുദ്ധമായിരിക്കണം. എന്റെ മണവാട്ടി അവള് വിശുദ്ധമായിരിക്കണം. സ്തോത്രം. നമ്മുടെ അരുമനാഥൻ അവന്റെ ഗുണവിശേഷം എങ്ങനെ? ശൂലേമിയോട് ചോദിച്ചാൽ അവള് പറയും, എൻ്റെ പ്രിയൻ അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 അതിശ്രേഷ്ഠൻ എന്നാണ് അവക്ക് പറയാനുള്ളത്. ഈ വെണ്മയും ചുവപ്പുമുള്ള 10,000 അതിശ്രേഷ്ഠനായ അതിപരിശുദ്ധനായവന് ചെന്ന് കൈ കൊടുക്കുമ്പോ സഹോദര, നിന്റെ ബേസിക് ഡിമാൻഡാണ് നീ വിശുദ്ധനോത്രം. എങ്ങനെയാ നീ വിശുദ്ധനാകുന്നത്? യേശുവിനെ നീ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, നിന്റെ പാപങ്ങളെ നീ അവന്റെ സല്ലേറ്റു പറയുമ്പോൾ, യേശുവേ കാൽവരി ക്രൂശിൽ നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, നിന്റെ ചങ്കിലെ ചോര എനിക്ക് വേണ്ടിയാണ് ഊറ്റിത്തന്നത്. ഇന്ന് രാത്രി നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ അവന്റെ കുഞ്ഞാടിന്റെ രക്തം സകല പാപം പോക്കി നിന്നെ ശുദ്ധീകരിക്കും. നീ ഒരു വിശുദ്ധനായി പുറത്തു വരും. സ്തോത്രം. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. എന്തിന്? തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. സ്തോത്രം. ഇതാര് ശ്രവിക്കും? ആർക്കുള്ള അനുഭവമാണ്? ഞാൻ പറഞ്ഞല്ലോ, തനിക്കായി പ്രിയം വച്ചിരിക്കുന്നവർ അവർക്കുള്ള അനുഭവമാണ്. അവരതെങ്ങനെ മനസ്സിലാക്കും? പ്രിയന്റെ അതേ മടങ്ങി വരവ്
അവനെ അകമ്പടി സേവിക്കുന്ന ദൂതന്മാരുടെ കാഹള ശബ്ദത്തിങ്കൽ അവരത് തിരിച്ചറിയും. സ്തോത്രം. 1 തെസ്സലോനിക്കർ 4:16 മുതൽ വായിച്ചാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനവന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ശ്രദ്ധിക്കണേ, 3 വിധ ശബ്ദമാണ്. ഒന്ന്, കർത്താവ് താൻ ഗംഭീരനാദം. ഗംഭീരനാദം എന്ന് പറഞ്ഞാൽ യാത്ര പുറപ്പെടാനുള്ള സിഗ്നലാ. ദൈവപൈതലേ, ആ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ ഇവിടുന്ന് സ്ഥലം വിട്ടോണമെന്നാ പറഞ്ഞൊരു സാരം. ഇന്ന് കല്ലറയിൽ വിശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ ഈ ഗംഭീരനാഥം മുഴങ്ങിക്കേൾക്കുമ്പോൾ കല്ലറയിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവർ പുറത്തു വരും. ഒരു യാത്രയ്ക്കായി പുറപ്പെടുകയാണ്. സ്തോത്രം. 2, പ്രധാന ദൂതന്റെ ശബ്ദം. ഈ ഭൂമിയിൽ നമ്മൾ വാങ്ങി പോകുവാൻ ശ്രമിക്കുമ്പോൾ ഈ ഭൂമിയുടെ ശക്തി അഥവാ പിശാച്, ഈ മണ്ണിന്റെ അധിപതി നമ്മെ പിടിച്ച് പുറകോട്ടൊരു വലിയുണ്ട്. സ്തോത്രം. വിട്ടുതരികയില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പുറകോട്ട് പിടിക്കുന്ന സ്ഥാനത്ത് പ്രധാന ദൂതനായി മീഖായേൽ ഇറങ്ങി വന്ന് അങ്ങനെയുള്ള ദുശക്തിയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയും, കർത്താവ് നിന്നെ ഭത്സിക്കുന്നു, എൻ്റെ വിശുദ്ധന്മാരെ വിട്ടയക്ക, എൻ്റെ വിശുദ്ധന്മാരെ വിട്ടയക്ക. പ്രധാന ദൂതന്റെ ശബ്ദത്തിങ്കിൽ പിശാചിന്റെ ആ ഒരു പിടിയിൽ നിന്ന്, ആ ഒരു വശീകരണ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നാം ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നു. സ്തോത്രം. 3, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും. ദൈവത്തിന്റെ കാഹളം എന്ന് പറയുമ്പോൾ മണിയറയിൽ വന്ന് കർത്താവിനോട് കൂടെ നാം ആയിരിക്കുന്ന ഒരു പോയിന്റിൽ വിശുദ്ധന്മാർ ഒരുമിച്ച് സമ്മേളിക്കുന്ന സിഗ്നലാണ് എന്ത്? ആമേൻ, കർത്താവിന്റെ കാഹളം. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് ലോകര് കേൾക്കുകയില്ല, മറിച്ച് തനിക്കായി പ്രിയം വെച്ചിരിക്കുന്നവർ കേൾക്കും. ഒന്നുകൂടെ പറയട്ടെ, അകത്ത് പരിശുദ്ധാത്മ നിറവുള്ളവർ, അകത്ത് ദൈവകൃപയുള്ളവർ, അവർ കാഹളത്തിന്റെ ശബ്ദം തിരിച്ചറിയും. ഇന്ന് രാത്രി നീ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ ഓർത്തോണം, നീ ഈ മണ്ണിന്റെ അവകാശിയല്ല, നീ വിണ്ണിന്റെ അവകാശിയ. താമസമിന കാഹളം നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം നിന്റെ ഉള്ളിൽ അത് മുഴങ്ങും. സ്തോത്രം. എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. ആമേൻ. എൻ്റെ സ്നേഹിതൻ മൈലുകൾക്കപ്പുറം എന്നെ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലെ സിം കാർഡ് ആ മെസ്സേജ് എടുത്തിട്ട് ആമേൻ മൈലുകൾക്കപ്പുറം ഉയരത്തിലുള്ള സാറ്റലൈറ്റിലെ സിം കാർഡ് അത് സ്വീകരിച്ചിട്ട് ആ സിം കാർഡ് എന്ത് ചെയ്യുന്നു? ആമേൻ എൻ്റെ ഫോണിലെ സിം കാർഡിലേക്ക് അത് മെസ്സേജായി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒന്നുണ്ട്. അതാണ് സിം കാർഡ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവാകുന്ന സിം കാർഡ് അകത്തുള്ള ദൈവ പൈതലേ, ഉയരത്തിൽ കാഹള ശബ്ദം മുഴങ്ങി കേൾക്കുമ്പോൾ അത് നീ തിരിച്ചറിയും. ഇത് നിനക്കുള്ള രഹസ്യ സിഗ്നലാ. ഇത് രഹസ്യ സിഗ്നലാ. നിന്റെ യാത്രയ്ക്കായി നന്നിരിക്കുന്ന രഹസ്യ കോടാ. നിന്റെ കൂടെ കിടക്കുന്ന പോലും തിരിച്ചറിയില്ല. വയലിൽ 2 പേർ ഒരുമിച്ച് പണിയെടുക്കും. ഒരുത്തൻ എടുക്കപ്പെടും, മറ്റവൻ തള്ളപ്പെടും. 2 പേർ ഒരുമിച്ച് തിരികലിൽ അതേ ജോലി ചെയ്യും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. സ്തോത്രം. ഇന്ന് രാത്രി ആ കാഹളത്തിന്റെ ശബ്ദം എൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കേൾക്കണം എന്ന് പ്രത്യാശയുള്ള എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. എത്ര രാത്രി, എത്ര ലേറ്റായി ഞാൻ വീട്ടിൽ വന്നാലും എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ ബെല്ല് അല്ലെ ഡോറ് അത് ഇത്ര പ്രാവശ്യം മുട്ടിയാൽ ആരെന്ന് പോലും ചോദിക്കാതെ ലൈറ്റിട്ട് എൻ്റെ വൈഫ് ഇറങ്ങി വരും. സ്തോത്രം. എന്താ കാര്യം? ഞങ്ങൾ തമ്മിൽ കൈമാറിയിരിക്കുന്ന ഒരു സിഗ്നലുണ്ട്. അതിവിടെ പറയുകയില്ല, പറഞ്ഞാൽ എൻ്റെ ആപ്പീസ് പൂട്ടും. സ്തോത്രം. ഇത്ര പ്രാവശ്യം ഞങ്ങൾ കൊട്ടും, ഞാൻ കൊട്ടും, അല്ലെ ഇത്ര പ്രാവശ്യം ബെല്ലടിക്കും. അപ്പോൾ ഓർത്തോണം, കള്ളനല്ല വന്നത്, ഇന്നാരാ വന്നത്. സ്തോത്രം. ആരോടും ചോദിക്കാതെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് ലൈറ്റിട്ട് വന്ന് ഡോറ് തുറക്കും. ഇതുപോലെ അകത്ത് സിം കാർഡുള്ള ദൈവ പൈതലേ, ഇന്ന് രാത്രി പ്രത്യാശ കൊണ്ട് നിന്റെ ഹൃദയം നിറയട്ടെ. അരുമനാഥന്റെ കാഹളത്തിന്റെ ധ്വനി മധ്യാകാശത്തിൽ മുഴങ്ങി കേൾക്കുമ്പോൾ നിന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവൻ ഒരുപക്ഷെ കേട്ടില്ലെന്നിരിക്കും, നിന്റെ കൂടെ വിശ്രമിക്കുന്ന ആൾ ഒരുപക്ഷെ കേട്ടില്ലെന്നിരിക്കും. എന്നാൽ അകത്ത് പ്രത്യാശയുള്ള നീ അത് കേൾക്കും, നീ അത് തിരിച്ചറിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിൽക്കലായി. നാം അതെങ്ങനെ തിരിച്ചറിയുന്നു? 5 വിധ അനുഭവങ്ങൾ കൊണ്ട് കർത്താവിന്റെ വരവ് വാതിൽക്കലായി എന്ന് ഞാൻ തെളിയിക്കാൻ പോവുക. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ 5 വിധ അനുഭവങ്ങൾ, അതും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ തെളിയിക്കാൻ പോവുക. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, ആമോസിന്റെ പ്രവചനം 4:6
യഹോവയായത് ഇറങ്ങി വന്ന് ഇസ്രായേലിനോട് വിളിച്ചു പറയുന്നു, ഞാൻ അപ്പത്തിന്റെ കോൽ ഒടിച്ചു, നിങ്ങളുടെ പല്ലിന് വെടിപ്പ് വരുത്തി, എന്നിട്ടും ഇസ്രായേലേ നിങ്ങൾ മടങ്ങി വന്നില്ല എന്ന് പറഞ്ഞ ക്ഷാമം ഞാൻ അയച്ചു, എന്നിട്ട് നിങ്ങൾ മടങ്ങി വന്നില്ല. ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ആമേൻ, ക്ഷാമം വർദ്ധിച്ചു കൊണ്ടിരിക്കുക, ക്ഷാമം പെരുകിക്കൊണ്ടിരിക്കുക. ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആമേൻ, 1 കിലോ അരിക്ക് 50 രൂപ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും NDF ഭരിച്ചാലും UPF ഭരിച്ചാലും ഇതാണ് ഇന്നത്തെ സ്ഥിതി. 1 കിലോ അരിക്ക് 50 രൂപ വില. സ്തോത്രം. അല്പം കൂടെ നല്ല അരി വേണമെങ്കിൽ 75, 100, 120 രൂപ വില. 1 കിലോ ബീൻസ് അളിഞ്ഞു പുളിഞ്ഞതായാലും ശരി വേണോ 70 രൂപ. ഇന്ന് വരെ ഉണ്ടാകാത്ത വിലക്കയറ്റം, ഇന്ന് വരെ ഉണ്ടാകാത്ത ക്ഷാമം, ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ശ്രദ്ധിച്ചല്ലോ, അരിയുടെ വില ഇനിയും കുതിച്ചു കയറാൻ പോകുക. പറഞ്ഞതാരുമല്ല, കേന്ദ്രത്തിലിരിക്കുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുക, ഇനിയും അരിയുടെ വില കുതിച്ചു കയറാൻ പോകുക. പ്രിയമുള്ളവരെ, തുച്ഛമായ വരുമാനം കൊണ്ട് അന്തി കഴിയുന്ന എത്രയോ പേര് നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? സ്തോത്രം. എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അരി വാങ്ങിച്ച് കഴിക്കാനില്ല, പിന്നെ പോയി മദ്യം വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ തീരുക. സ്തോത്രം. വിഷമദ്യം വാങ്ങിച്ച് കഴിച്ച് ഒടുങ്ങുക. ഇതിന്റെ എണ്ണം വർദ്ധിക്കുക. മദ്യപാനികളുടെ എണ്ണം വർദ്ധിക്കുന്നു, കവർച്ചക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു, പിടിച്ചുപറിക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു, ആത്മഹത്യ നിരക്ക് വർദ്ധിക്കുന്നു. ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നു? പ്രിയമുള്ളവരെ, നമുക്കിവിടെ ഒരു സ്ഥിരവാസമില്ല. ഇവിടുന്ന് യാത്ര പറയുവാനുള്ള സമയം ആസന്നമായി. ഇവിടുന്ന് ഒരു യാത്രയുണ്ട്. വിശ്വസിക്കുവാൻ എത്ര ദൈവമക്കളുണ്ട്? ദൈവത്തിന് സ്തോത്രം. ക്ഷാമം അതിരൂക്ഷമാകാൻ പോകുക. ക്ഷാമം രൂക്ഷമാകാൻ പോകുക. 2:4-7-8 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, ഇസ്രായേലേ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വരൾച്ച വരുത്തി. ഒരു പട്ടണത്തിൽ വെള്ളം, മറ്റേ പട്ടണത്തിൽ വെള്ളമില്ല. ഒരു വയലിൽ മഴ, മറ്റേ വയലിൽ മഴ തമ്പുരാൻ അടച്ചു കളയുക. വരൾച്ച, കൊടും വരൾച്ച. ആമേൻ. ഈ ഒരു വർഷം ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, ഇത്ര കണ്ട് ചൂട് വർദ്ധിച്ച ഒരു വർഷം. കഴിഞ്ഞ വർഷവും അത് തന്നെയാണ്. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനമെന്ന് പറയും. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് വർദ്ധിക്കുന്നു, ചൂട് വർദ്ധിക്കുന്നു. അധികം താമസിയാതെ ഇന്ന് നാം അനുഭവിക്കുന്ന ചൂട് അത് 3 ഇരട്ടിയായി മാറും. 2020 ആകുമ്പോഴേക്കും ഇന്നത്തെ ഈ ചൂട് അതിൻ്റെ അളവ് 3 ഇരട്ടിയായി മാറും. ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാകും, പകർച്ചവ്യാധിയുടെ അലട്ടലുകൾ ഉണ്ടാകും. ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നു? അകത്ത് പ്രത്യാശയുള്ള ദൈവപൈതൽ ഇന്ന് രാത്രി അരുമനാഥന്റെ മുഖത്ത് നോക്കി പറയട്ടെ, എന്റെ വാസം ഇവിടെയല്ല, എനിക്കിവിടെ ഒരു സ്ഥിരവാസമില്ല. ഇവിടുന്ന് ഞാൻ പോകേണ്ട സമയമായി. എന്റെ പ്രിയന്റെ സന്നിധിയിൽ ഞാൻ കയറിപ്പോക സമയമായി. വരൾച്ച ഞാൻ അയച്ചു, എന്നിട്ടും എൻ്റെ ജനം മടങ്ങി വന്നില്ല. ആരോടായി പറയുന്നത്? ദൈവവചനം കേട്ടത് പ്രമാണിച്ച് ആ നിലയിൽ ഇറങ്ങി വന്ന ഒരു കൂട്ടം ദൈവമക്കളോട് പറയുക. പിന്മാറ്റത്തിന്റെ പടുകുഴിയിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തോട് പറയുക, ഇസ്രായേലേ, എന്നിട്ട് നിങ്ങൾ മടങ്ങി വന്നില്ല. ഇന്ന് രാത്രി ശക്തമായ ഭാഷയിൽ വിളിച്ചു പറയട്ടെ, ദൈവസഭ ഈ തലമുറയിൽ ഉണർന്ന് മടങ്ങി വരട്ടെ. ആമെ പിന്മാറ്റിയ അവസ്ഥയിലേക്കും ഇലക്ഷൻ എന്ന് പറഞ്ഞ് തല്ലിപ്പൊട്ടിക്കുന്ന ആമെ ജാതികളെക്കാളും അതപ്പതിച്ച അവസ്ഥയിലേക്ക് ആത്മീയ മണ്ഡലം ഇതാ ഇറങ്ങിപ്പോകുമ്പോൾ അകത്ത് കാഴ്ചപ്പാടുള്ളവർ കണ്ണുനീരോട് ദൈവസ്ഥൽ പ്രാർത്ഥിക്കട്ടെ. ദൈവസഭയ്ക്ക് ഈ തലമുറയിൽ, ഈ നാളുകളിൽ ഒരു മടങ്ങി വരവ്. സ്തോത്രം. വേദനയുണ്ട് ദൈവമക്കളെ. കഴിഞ്ഞ ഇലക്ഷന് പൊടിച്ചത്, അതുമായി ഏറ്റവും അടുത്ത് നിന്ന ഒരാൾ, എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, 1 കോടി രൂപ സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി തലതല്ലി പൊട്ടിക്കുന്ന, ആത്മീയരെന്ന് പേര് പറഞ്ഞു നടക്കുന്ന, അപ്പോൾ തന്നെ ആത്മീയയുടെ പരിവേഷം കളഞ്ഞു വിളിക്കുന്ന ആമേൻ ആത്മീയ തലമുറ ഈ തലമുറയിൽ മടങ്ങി വരട്ടെ.
സ്തോത്രം. എൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയാതാ. നാമാണ് ലോകത്തിന് മാതൃകയായി മാറേണ്ടത്. നാമാണ് മറ്റുള്ളവർക്ക് മാതൃകയായി മാറേണ്ടത്. തലമുറ വഷളാകുന്നു, ആത്മീയ തലമുറ വഷളാകുന്നു. വരൾച്ച അയച്ചിട്ടും എൻ്റെ ജനം മടങ്ങി വന്നില്ല. 3, 9 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അവിടെ ഇടയിൽ പകർച്ചവ്യാധികൾ അയച്ചു. എന്തെല്ലാം രോഗങ്ങളാ ദൈവമക്കളെ ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. എലിപ്പനി, പാറ്റാപ്പനി, പൂച്ചപ്പനി, ഇന്ന് തൊടുന്നതെല്ലാം അങ്ങ് പനിയാ. ഇതിന് മെഡിസിൻ എന്തിയേ? ആശുപത്രി കയറി ഇറങ്ങുന്നു, പെട്ടെന്ന് ആളുകൾ രോഗികളായി മാറ്റപ്പെടുന്നു, മരിച്ചു വീഴുന്നു. സ്തോത്രം. പകർച്ചവ്യാധിയുടെ അലട്ടലുകൾ ദേശത്തുണ്ടായിട്ടും യഹോവയായ ദൈവം വേദനയോടെ വിളിച്ചു പറയുന്നു, എൻ്റെ ജനം മടങ്ങി വന്നില്ല. സ്തോത്രം. അടുത്തത് പ്രകൃതിക്ഷോഭം. ഞാൻ അയച്ചു, എന്നിട്ടും മടങ്ങി വന്നില്ല. എന്താണ് ദൈവമക്കളെ? ഈ കഴിഞ്ഞൊരു മാസം, നവംബർ മാസത്തിൽ പ്രിഷാജി പാസ്റ്ററെ പോലുള്ളവർ വളരെ അക്കാര്യത്തിൽ വേദന അനുഭവിച്ചു. നമ്മൾ മൈലുകളായി ഇപ്പുറമായിരുന്നെങ്കിൽ നമ്മളും വളരെയധികം ആ ഒരു വാർത്ത അറിഞ്ഞ് ദുഃഖിക്കുവാനിടയായി. സാൻറ്റി എന്ന് പറയുന്ന കൊടുങ്കാറ്റ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിന്ന് രൂപപ്പെട്ട് അതിശക്തിയായി ആഞ്ഞടിച്ചിട്ട് തീരപ്രദേശങ്ങളെ മുഴുവൻ കവർന്നെടുത്ത് $140,000 കോടി കടബാധ്യത അമേരിക്കയ്ക്ക് ഇന്ന് വരുത്തി വച്ചിരിക്കുന്നു. ഇത്രയും ടെക്നോളജിയിൽ, സാങ്കേതിക വിദ്യയിൽ മുൻപിട്ട് നിൽക്കുന്ന ഈ രാജ്യത്തിന് എന്തുകൊണ്ട് ഈ പ്രകൃതിയെ നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ കൊടുങ്കാറ്റ് നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല? സ്നേഹിത, സാങ്കേതികമായി എത്ര കണ്ട് നീ ഉയർന്നാലും പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് ഇന്നത്തെ സാങ്കേതിക വ്യക്തിയല്ല. പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് എന്റെ അരുമനാഥനാണ്. വിശ്വസിക്കാൻ എത്ര ദൈവമക്കളുണ്ട്? ദൈവത്തിന് സ്തോത്രം. അവനൊരു കൊച്ചു കാറ്റടിപ്പിച്ചപ്പം ഇത്രയും ദുരന്തം. ഇവിടെ ഇതാ നീലം എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ് പോണ്ടിച്ചേരിയിൽ അടിച്ചു. ആന്ധ്രയുടെ തീരപ്രദേശത്ത് അടിച്ചു. എത്രയോ ജീവിതങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവർക്ക് ഭവനങ്ങൾ നഷ്ടമായി. ഇത് ചെറിയൊരു തുടക്കം മാത്രമേ ഉള്ളൂ. ഹോശിയ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അന്നവൻ ഭൂമിയെ ഇളക്കെങ്കിൽ താമസമിനോ അവൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ഇവിടെയുള്ള സകലതും ഇളകി മാറുമ്പോൾ അകത്ത് പ്രത്യാശയുള്ള ദൈവവൈതലേ, നീ വിളിച്ചു പറ, ഒരിക്കലും ഇളക്കമില്ലാത്ത അടിസ്ഥാനമുള്ളതായ ഇതാ ഒരു രാജ്യം ഇവിടെ സ്ഥാപിതമാകാൻ പോകുകയാണ്. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ഭയത്തോട് സേവ ചെയ്യുക. ദൈവത്തിന് പ്രസാദം വരുമാർ ഭയത്തോടെ സേവ ചെയ്യുക. ഇളകാത്ത രാജ്യം ഇതാ പ്രാപിപ്പാൻ പോകുകയാണ്. ആമേൻ. പ്രകൃതിക്ഷോഭങ്ങൾ വിളിച്ചറിയിക്കുന്നു, കർത്താവിൻ്റെ വരവ് വാതിൽക്കലായി. അടുത്തത്, സൊദോമിനെയും ഗൊമോറയും ഞാൻ നാശം വരുത്തിയെങ്കിൽ, ഉന്മൂല നാശം വരുത്തിയെങ്കിൽ, ഇസ്രായേലേ ഞാൻ അത് തന്നെ ചെയ്യും. എന്നാൽ ഇത് ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നതിന് മുമ്പ് മടങ്ങി വരാൻ ആഗ്രഹമുള്ളവർക്കൊരു ദൂതുണ്ട്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രകൃതിക്ഷോഭങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും കൊടുങ്കാറ്റ് സംഭവിക്കുമ്പോഴും അകത്ത് പ്രത്യാശയുള്ള ദൈവവൈതൽ വിളിച്ചു പറ, എന്റെ കർത്താവിന്റെ മടങ്ങി വരവ് അത് വാതിൽക്കലായിരിക്കുന്നു. ഇനി സമയം അധികമില്ല, അത് വാതിൽക്കലായിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. അവന്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. സ്നേഹിത, കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാര് ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർപ്പിൻ പഞ്ചിറക് ധരിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അരുമനാഥനെ, പ്രിയനെ സ്വീകരിപ്പാൻ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ, സഹോദര സഹോദരി, യുവാവേ യുവതിയെ, മാതാവേ പിതാവേ, നീ ആ കൂട്ടത്തിൽ കാണപ്പെടുമോ? ഈ ദിവസങ്ങൾ നടന്ന സുവിശേഷ പ്രസംഗങ്ങളുടെ എല്ലാം ആകത്തുക ഒന്ന് മാത്രമേ ഉള്ളൂ. എന്ത്? ജനമൊരുക്കപ്പെടണം. കർത്താവിൻ്റെ വരവ് വാതിൽക്കലായി ജനമൊരുക്കപ്പെടണം, ദേശമൊരുക്കപ്പെടണം, വ്യക്തികൾ ഒരുക്കപ്പെടണം. ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിനായി ഈ തലമുറയിൽ നാം ഒരുക്കി നിർത്തണം. എന്തിന്? നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിൽക്കലായി. ഇനി സമയം അധികം മുൻപിലില്ല.
അവന് വേണ്ടി നമുക്കൊരുങ്ങാം. അനേകരെ കർത്താവിനായി നമുക്കൊരുക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഒരുമിച്ച് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കും. നാം ഒരുമിച്ചൊരു പ്രത്യാശയുടെ ഗാനം പാടും. കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാണ് എല്ലാ ദൈവമക്കളും. അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. വേഗത്തിൽ ഒരു 2 മിനിറ്റ് നാം ഒന്ന് പ്രാർത്ഥിക്കാനായി പോകുകയാണ്. ഈ ദൂത് ഇന്ന് രാത്രി ഞാനല്ല, പരിശുദ്ധാത്മാവാണ് ആമേൻ ഈ ദേശത്ത് അറിയിച്ചത്. നമ്മിൽ മാത്രമല്ല, ഇതിന് പുറത്തും ഇന്ന് രാത്രി ഈ ദൂത് കടന്നു ചെന്നിട്ടുണ്ട്. ഈ ദൂത് നമുക്ക് അനുഗ്രഹമായി തീരണം. ഈ ദേശത്തിന് അത് വിടുതലായി മാറണം. കർത്താവിൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. അവൻ്റെ വരവെങ്കിൽ ഇന്ന് രാത്രി ഒരു കൂട്ടം വിശുദ്ധന്മാര് അവൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ ദൈവാത്മാവ് നിന്നോട് ചോദിക്കും, നീ ആ കൂട്ടത്തിൽ കാണപ്പെടുമോ? കഴിഞ്ഞ നാളുകൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് ലോകത്തെയും പാപത്തെയും വിട്ട് വിശുദ്ധ ജീവിതത്തിനായി തന്നെ സമർപ്പിച്ച ദൈവത്തിൻ്റെ പൈതലേ, നീ അവൻ്റെ വരവെങ്കിൽ കാണപ്പെടും. ഇന്ന് രാത്രി സഹോദര, കർത്താവിൻ്റെ വരവെങ്കിൽ നീ കാണപ്പെടുമോ? സഹോദരി, നീ കാണപ്പെടുമോ? കുഞ്ഞെ, നീ കാണപ്പെടുമോ? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കും നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിൽക്കൽ. ഈ യുഗം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര നാൾ നമ്മുടെ മുൻപിലുണ്ടെന്ന് നാം അറിയുന്നില്ല. നിന്റെ വിളി കേട്ട് ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇത്രത്തോളം പിടിച്ചു നിൽക്കുവാൻ നീ എനിക്ക് കൃപ തന്നു. കർത്താവേ, നിന്റെ വരവെങ്കിൽ എനിക്ക് കാണപ്പെടണം. എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും, നഷ്ടം സഹിക്കേണ്ടി വന്നാലും, യേശുവേ, നിന്റെ വരവെങ്കിൽ എനിക്ക് കാണപ്പെടണം. കഴിഞ്ഞ നാളുകൾ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവ, സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവ, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ദൈവമക്കൾ, കർത്താവിനായി വേർതിരിയപ്പെട്ട ദൈവമക്കൾ, നിങ്ങളുടെ വലതുകരം കർത്താവിലേക്ക് ഉയർത്തിപ്പിടിക്കും. How many of you will dedicate your life unto Jesus Christ this night? Would you please raise up your right hand unto God, believing that Jesus is Christ is coming soon. He is at your doorpost and he is preparing his saints to rapture. അന്നാളിൽ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കർത്താവേ, ഇതാ നീ എന്നെ ഒരുക്കണമേ. വലതുകരം ഉയർത്തിപ്പിടിക്കാൻ എത്ര ദൈവമക്കളുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പിശാച് നിങ്ങളെ തൊടാതിരിപ്പാൻ, അശുദ്ധി നിങ്ങളെ തൊടാതിരിപ്പാൻ ഇന്ന് രാത്രി കർത്താവേ, നിന്റെ വരവുകൾ കാണപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ നിത്യവും കർത്താവിനോട് കൂടെ ആയിരിക്കണം. കർത്താവേ, ഇന്ന് രാത്രി കരങ്ങളെ നീ കാണുമാറാകണമേ. അങ്ങയുടെ കുഞ്ഞാന്റെ ചങ്കിലെ ചോരയാൽ ഇന്ന് രാത്രി നിന്റെ മക്കളെ നീ അവിടുന്ന് മുദ്രവെക്കുമാറാകണമേ. പിശാച് ഇവരെ കാണുവാനിടയാകരുത്. ദുഷ്ടശക്തി ഇവരെ കാണുവാനിടയാകരുത്. ദൈവിക കാവൽ ഇന്ന് രാത്രി നിന്റെ മക്കൾക്കായി ചോദിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ രാത്രി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അവിടുന്ന് കരമച്ചതിനായ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരങ്ങൾ താത്തിടാം. ദൈവത്തിന്റെ ആത്മാവ് നിയോഗം തരുന്നത് കൊണ്ടാണ് ഈ ഓൾട്ടർ കോൾ ഞാൻ തരുന്നത്. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി ഒരു കൂട്ടം അഭിഷക്തന്മാരെ, അതും കൃപാവരങ്ങളോടുകൂടെ കർത്താവിത പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഏലിയാവിനെ പോലെ നെഞ്ചും നെറ്റിയും കൊടുത്ത് ഈ തലമുറയിൽ നിൽക്കുവാൻ, അതും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേർ മുൻപോട്ട് വരും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കർത്താവേ, ഇന്ന് രാത്രി ഈ കരങ്ങളെ നീ കാണുമാറാകണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, അവിടെ നിറങ്ങി വരുമാറാകണമേ. ഒരു പുതിയ കൃപയോടെ, ഒരു പുതിയ അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഈ നിന്റെ മക്കളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമാറാകണമേ. ഇവർ കയറുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഇവർ പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കണം. പുതിയ പുതിയ ശുശ്രൂഷയ്ക്കായുള്ള വഴികൾ ഒരുങ്ങി വരണം. തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇവരിൽ അഴിഞ്ഞു മാറട്ടെ. ഒരു പ്രത്യേക അധികാരത്തോടെ, ഒരു പ്രത്യേക അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഇവർ പുറത്തു വരട്ടെ. കർത്താവിൽ തന്നെ കരങ്ങൾ താത്തിടാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേക ഉള്ളിൽ ആഗ്രഹമുള്ള മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നീ നിന്റെ കരം ഉയർത്തിപ്പിടിക്ക് പ്രാർത്ഥിക്കാനായി പോകുകയാണ്. പലവിധമായ ഭാരത്താലായിരിക്കുന്നു, കടഭാരത്താൽ ഞാൻ വിഷമിക്കുന്നു, എനിക്കൊരു വിടുതൽ വേണം. വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ. ദൈവദാസന്മാർ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നിങ്ങൾക്ക് മുൻപോട്ട് കടന്നു വരാം. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഈ കൂട്ടത്തിൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ, ഇന്ന് വരെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനായി ഹൃദയം കൊണ്ടുവരാൻ ആഗ്രഹിക്കും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാൽ പ്രാർത്ഥിക്കും. എത്ര തകർന്ന ജീവിതമായാലും യേശു നിങ്ങളുടെ ജീവിതത്തെ പണിയും. സ്തോത്രം, സ്തോത്രം. കരം ഉയർത്തിപ്പിടിച്ചാണ് സന്തോഷത്തോടെ ഇന്ന് രാത്രി യേശുവിനായി ഞാൻ എൻ്റെ ഹൃദയം വിട്ടുകൊടുക്കും. യേശുവിനായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. കരങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ആരുണ്ട് യേശുവിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ? സ്തോത്രം. കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനത്തിനായി സമർപ്പിക്കുവാൻ ആരുണ്ട്?
ആരുണ്ട്? സ്നാനം കർത്താവിന്റെ കൽപ്പനയാ, കർത്താവിനോട് ചേരുവാനുള്ള കൽപ്പനയാ. കരം ഉയർത്തിപ്പിടിക്കുവാൻ ആരുണ്ട്? സ്തോത്രം. കർത്താവെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. അന്റെ അതിശക്തിയേറിയ കരം അവർക്കായി വെക്കുമാറാകണമേ. ഇന്ന് രാത്രി ചില പേര് ജീവന്റെ പുസ്തകത്തിൽ അവിടുന്ന് എഴുതി ചേർക്കുവാൻ ബോധനായി സ്തോത്രം ചെയ്യുന്നു. അവരെ പ്രകൊട്ടു പിടിക്കുന്ന പാരമ്പര്യത്തിന്റെ ശക്തികളും അന്യാരാധന പോരുകളും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ട കരങ്ങളെ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുള്ളവര് നിങ്ങൾ മുൻപോട്ട് കടന്നു വന്നാൽ ദൈവദാസന്മാരായ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് പടിയങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. ഇപ്പോൾ ഗാനങ്ങൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും, പ്രത്യാശയുടെ ഗാനം ഒരടി പാടുന്നതായിരിക്കും. പ്രത്യേകം പ്രാർത്ഥന ആവശ്യമുള്ളവർ നിങ്ങൾ മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വിജയമെടുത്തു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, ഒരു വിജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറാധ്വനി പോകാറാ ഈ പാത്രം വിട്ട് തേജസേറുമുരേ. കേൾക്കാറാധ്വനി പോകാറാ ഈ പാത്രം വിട്ട് സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറാധ്വനി പോകാറാ ഈ പാർത്തനം വിട്ടു തേജസേറുമുരേ. പോകാറാ ഈ പാർത്തനം വിട്ടു തേജസേറുമുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു, നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു, നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. കേൾക്കാറാധ്വനി പോകാറാ ഈ പാർത്തനം വിട്ടു തേജസേറുമുരേ. കേൾക്കാറാധ്വനി പോകാറാ ഈ പാർത്തനം വിട്ടു തേജസേറുമുരേ. പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയ പൊന്മുഖം. പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാൻ പ്രിയ പൊന്മുഖം. കേൾക്കാറാധ്വനി പോകാറാ ഈ പാത്രം വിട്ടു തേജസേറുമുരേ. കേൾക്കാറാധ്വനി പോകാറാ ഈ പാത്രം വിട്ടു തേജസേറുമുരേ. ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. കേൾക്കാറാധ്വനി പോകാറാ ഈ പാർത്തനം വിട്ടു തേജസേറുമുരേ. കേൾക്കാറാധ്വനി പോകാറാ ഈ പാർത്തനം വിട്ടു തേജസേറുമുരേ. കേൾക്കാറാധ്വനി പോകാറാ ഈ പാർത്തനം വിട്ടു തേജസേറുമുരേ. ഹല്ലേലൂയ.